ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക് മെക്കാനിക് പരീക്ഷ 2024 നവംബർ 28-ന്. ഈ ഒരു പരീക്ഷയ്ക്ക് ഉയർന്ന റാങ്കാണോ നിങ്ങളുടെ ലക്ഷ്യം? എങ്കിൽ ഇതുവരെ പ്രിപ്പറേഷൻ തുടങ്ങാൻ സാധിച്ചിട്ടില്ലേ? എങ്കിൽ ടെക് PSCയുടെ എക്സ്പേർട്ട് ആൻഡ് എക്സ്പീരിയൻസ് ഫാക്കൽറ്റി ടീമിന്റെ സപ്പോർട്ടോടെ നിങ്ങൾക്കും നിങ്ങളുടെ പ്രിപ്പറേഷൻ ഇന്ന് തന്നെ ആരംഭിക്കാം. ടെക്നിക്കൽ പരീക്ഷാ രംഗത്ത് ഒരു ഗ്രേറ്റ് ട്രാക്ക് റെക്കോർഡുള്ള ടെക് PSC ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക് മെക്കാനിക് തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകളുടെ പുതിയ ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ്. കേരളത്തിലെ തന്നെ വിദഗ്ധരും പരിചയസമ്പന്നരുമായ ഫാക്കൽറ്റി ടീം നയിക്കുന്ന ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ, ഫുൾ സിലബസ് ബേസ്ഡ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്, 3000ഓളം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡലിലുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, സയന്റിഫിക് പ്രോഗ്രസ് ട്രാക്കിംഗ് എന്നീ സവിശേഷതകളോടുകൂടിയ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതും ടെക് PSCയുടെ മാത്രം എക്സ്ക്ലൂസീവ് ഓണം സ്പെഷ്യൽ ഓഫറായ വെറും 1499 എന്ന നിസ്സാരമായ പ്രൈസിലും. ഗുഡ് ഈവനിങ്. ഇന്ന് മൊഡ്യൂൾ 7-ല് ഇലക്ട്രിക്കൽ കൺട്രോൾ സർക്യൂട്ട്സ് ഡിസ്കസ് ചെയ്യാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോഴ്സിനെ കുറിച്ചാണ്. അപ്പം ആദ്യം നമുക്ക് 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ എന്താണ്, പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ, കൺസ്ട്രക്ഷൻ, അതൊക്കെ നോക്കാം. ഓക്കെ, അപ്പോ 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോഴ്സ്. ഇൻഡക്ഷൻ മോട്ടോർ എന്ന് പറയുന്നത് ഇൻഡക്ഷൻ പ്രിൻസിപ്പിൾ വർക്ക് ചെയ്യുന്ന മെഷീനാണ്. മോട്ടോർ എന്ന് പറയുമ്പോൾ ഇലക്ട്രിക്കൽ എനർജിയെ മെക്കാനിക്കൽ എനർജി ആക്കി കൺവേർട്ട് ചെയ്യുന്ന ഒരു ഡിവൈസും 3 ഫേസ് സപ്ലൈ കൊടുക്കുന്നത് കൊണ്ടാണ് 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ എന്ന് പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോറും അതിന്റെ ടൈപ്സും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ ഇവിടെ നമ്മളിപ്പം കൺസ്ട്രക്ഷൻ നോക്കുവാണെങ്കിൽ മറ്റ് മെഷീൻസിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോഴ്സിന്റെ കൺസ്ട്രക്ഷൻ സിമ്പിൾ ആണ്, കോസ്റ്റ് കുറവാണ്. അത് മാത്രമല്ല റോബസ്റ്റ് ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ, അതും കൂടാതെ ടോർക്ക് സ്ലിപ്പ് ക്യാരക്ടറിസ്റ്റിക്സ്, നല്ലൊരു ടോർക്ക് സ്ലിപ്പ് ക്യാരക്ടറിസ്റ്റിക്സ് എക്സിബിറ്റ് ചെയ്യുന്ന മെഷീനുമാണ് 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ. സോ എക്സ്റ്റെൻസീവ് ആയിട്ട് അല്ലെങ്കിൽ വൈഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെഷീൻ തന്നെയാണ്. ഇനി ഇതിന്റെ പ്രിൻസിപ്പിൾ നോക്കുവാണെങ്കിൽ നോർമലി നമ്മൾ ഫാരഡേസ് ലോ പറഞ്ഞല്ലോ, അതുപോലെ തന്നെ കറന്റ് ക്യാരിങ് കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡ് പ്ലേസ് ചെയ്യുമ്പോഴത്തേക്കും ഒരു ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യപ്പെടും. സോ ആ ഒരു ഫോഴ്സ് കാരണം റോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്നു. അതാണ് ബേസിക് ആയിട്ട് 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടറിന്റെ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ. ആൻഡ് ഇവിടെ ഇൻഡക്ഷൻ മോട്ടറിൽ നമ്മൾ നോർമലി ഏതൊരു മെഷീനിന് പറയുന്നത് പോലെ സ്റ്റേറ്ററും റോട്ടറും 2 പാർട്സ് ഉണ്ട്. സ്റ്റേഷനറി പാർട്ടായ സ്റ്റേറ്ററും റൊട്ടേറ്റിംഗ് പാർട്ടായ റോട്ടറും ഉണ്ട്. 3 ഫേസ് സപ്ലൈ നമ്മൾ കൊടുക്കുന്നത് സ്റ്റേറ്റർ വൈൻഡിങ്സിലോട്ടാണ്. അപ്പൊ സ്റ്റേറ്റർ വൈൻഡിങ്ങിലോട്ട് 3 ഫേസ് സപ്ലൈ കൊടുക്കുമ്പോഴത്തേക്കും ഒരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡാണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അത് റൊട്ടേറ്റിംഗ് ആണ്. സോ നമ്മൾ അതിനെ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയും. റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിനെ RMF എന്നും പറയും കേട്ടോ. RMF, റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ്. സോ സ്റ്റേറ്ററിൽ 3 ഫേസ് AC സപ്ലൈ കൊടുക്കുമ്പോഴത്തേക്കും ഒരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് സ്റ്റേറ്റർ കോറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആൻഡ് നെക്സ്റ്റ് നമുക്ക് സ്റ്റേറ്റർ സ്റ്റേഷനറി പാർട്ടും റോട്ടർ റൊട്ടേറ്റിംഗ് പാർട്ടുമാണ്. റോട്ടർ ആക്ച്വലി സ്റ്റേറ്ററുമായിട്ട് യാതൊരു ഇലക്ട്രിക്കൽ കണക്ഷനും ഇല്ല. റോട്ടറിന് സ്റ്റേറ്ററുമായിട്ട് ഇലക്ട്രിക്കലി ഒരു കണക്ഷനും ഇല്ല. പക്ഷേ ഈ സ്റ്റേറ്ററിൽ ഡെവലപ്പ് ചെയ്യുന്ന റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ട്രാൻസ്ഫോമർ ആക്ഷൻ ഉപയോഗിച്ച് അല്ലെങ്കിൽ ട്രാൻസ്ഫോമർ ആക്ഷൻ കാരണം റോട്ടറിലോട്ട് ഒരു വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ട് ഇൻഡ്യൂസ് ചെയ്യും. മ്യൂച്വൽ ഇൻഡക്ഷൻ, ട്രാൻസ്ഫോമർ ആക്ഷൻ എന്ന് പറയുമ്പോൾ മ്യൂച്വൽ ഇൻഡക്ഷൻ പ്രിൻസിപ്പിൾ ആണ്. ട്രാൻസ്ഫോമർ ആക്ഷൻ എന്ന് പറയുമ്പോൾ മ്യൂച്വൽ ഇൻഡക്ഷൻ പ്രിൻസിപ്പിൾ ആണ്. സോ മ്യൂച്വൽ ഇൻഡക്ഷൻ പ്രിൻസിപ്പിൾ അനുസരിച്ച് റോട്ടറിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുന്നു. സോ അതാണ് 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടറിന്റെ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ. ഓക്കെ, 2 പാർട്ടുകളുണ്ട്, സ്റ്റേറ്ററും റോട്ടറും. സ്റ്റേറ്റർ സ്റ്റേഷനറി, റോട്ടർ റൊട്ടേറ്റിംഗ്. സ്റ്റേറ്ററിലേക്ക് 3 ഫേസ് സപ്ലൈ കൊടുക്കുന്നു, സ്റ്റേറ്ററിൽ ഒരു ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അത് റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫ്ലക്സ് അല്ലെങ്കിൽ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് എന്നാ പറയുന്നത്. ആൻഡ് ഈ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് കാരണം ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അത് ഒരു റോട്ടർ സർക്യൂട്ടിലോട്ട് ഒരു വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യുന്നു മ്യൂച്വൽ ഇൻഡക്ഷൻ പ്രിൻസിപ്പിൾ അനുസരിച്ച്. അങ്ങനെയാണ് റോട്ടറിലോട്ട് EMF ജനറേറ്റ് ചെയ്യപ്പെടുന്നത്. ഇതാണ് 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടറിന്റെ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ. ഇപ്പൊ നമ്മളൊരു 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടർ എടുക്കുകയാണെങ്കിൽ ട്രാൻസ്ഫോമറിനെ പോലെ തന്നെയാണ് 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടറിന്റെ വർക്കിംഗും വരുന്നത്. അതായത് പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ ട്രാൻസ്ഫോമറിനെ പോലെ തന്നെയാണ്. പക്ഷേ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ട്രാൻസ്ഫോമർ ഒരു സ്റ്റാറ്റിക് ഡിവൈസ് ആണ്, അതേസമയം 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടർ ഒരു റൊട്ടേറ്റിംഗ് മെഷീൻ ആണ്.
ഓക്കെ, ട്രാൻസ്ഫോമർ സ്റ്റാറ്റിക്കും 3-phase ഇൻഡക്ഷൻ മോട്ടോർ ഒരു റൊട്ടേറ്റിംഗ് മെഷീൻ, കാരണം റോട്ടർ റൊട്ടേറ്റിംഗ് ആണല്ലോ. അത് കാരണം 3-phase ഇൻഡക്ഷൻ മോട്ടറിനെ റൊട്ടേറ്റിംഗ് ട്രാൻസ്ഫോമർ എന്നും പറയും. ഓക്കെ, 3-phase ഇൻഡക്ഷൻ മോട്ടോർ ഈസ് ഓൾസോ നോൺ ആസ് റൊട്ടേറ്റിംഗ് ട്രാൻസ്ഫോമർ ബിക്കോസ് the rotor is rotating. Principle of operation similar to that of a transformer ആണ്. ഇനി സ്റ്റേറ്ററിൽ 3-phase വൈൻഡിങ് ഉണ്ടായിരിക്കും. ഈ 3 വൈൻഡിങ്ങും 120 ഡിഗ്രി ഫേസ് ഷിഫ്റ്റിലായിരിക്കും അല്ലെങ്കിൽ 120 ഇലക്ട്രിക്കൽ ഡിഗ്രീസിലായിരിക്കും പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതായത് ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ 3 വൈൻഡിങ്ങും 3 വൈൻഡിങ്സും 120 ഇലക്ട്രിക്കൽ ഡിഗ്രീസ് ആണ്. ആൻഡ് നേരത്തെ പറഞ്ഞ പോലെ സ്റ്റേറ്റർ 3-phase സപ്ലൈ യൂസ് ചെയ്ത് എനർജൈസ് ചെയ്യുന്നു. അപ്പോ ഒരു പൾസേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ബൈൻഡിങ്ങിൽ സെറ്റ് ചെയ്യുന്നു. ഈ മാഗ്നറ്റിക് ഫീൽഡ് എന്താണ് ഒരു കോൺസ്റ്റന്റ് സ്പീഡിലായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്. കേട്ടോ, ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡ് റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഒരു കോൺസ്റ്റന്റ് സ്പീഡിലാണ്. ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക് മെക്കാനിക് പരീക്ഷ 2024 നവംബർ 28-ന്. ഈ ഒരു പരീക്ഷയ്ക്ക് ഉയർന്ന റാങ്കാണോ നിങ്ങളുടെ ലക്ഷ്യം? എങ്കിൽ ഇതുവരെ പ്രിപ്പറേഷൻ തുടങ്ങാൻ സാധിച്ചിട്ടില്ലേ? എങ്കിൽ ടെക് PSCയുടെ എക്സ്പേർട്ട് ആൻഡ് എക്സ്പീരിയൻസ് ഫാക്കൽറ്റി ടീമിന്റെ സപ്പോർട്ടോടെ നിങ്ങൾക്കും നിങ്ങളുടെ പ്രിപ്പറേഷൻ ഇന്ന് തന്നെ ആരംഭിക്കാം. ടെക്നിക്കൽ പരീക്ഷാ രംഗത്ത് ഒരു ഗ്രേറ്റ് ട്രാക്ക് റെക്കോർഡുള്ള ടെക് PSC ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക് മെക്കാനിക് തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകളുടെ പുതിയ ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ്. കേരളത്തിലെ തന്നെ വിദഗ്ധരും പരിചയസമ്പന്നരുമായ ഫാക്കൽറ്റി ടീം നയിക്കുന്ന ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ, full syllabus based capsule notes and study materials in PDF format, 3000 topic wise multiple choice questions with detailed explanation, 20ഓളം PSC മോഡലിലുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, സയന്റിഫിക് പ്രോഗ്രസ് ട്രാക്കിംഗ് എന്നീ സവിശേഷതകളോട് കൂടിയ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതും ടെക് PSCയുടെ മാത്രം എക്സ്ക്ലൂസീവ് ഓണം സ്പെഷ്യൽ ഓഫറായ വെറും 1499 എന്ന നിസ്സാരമായ പ്രൈസിലും. ചെയ്യുന്നത് ആ സ്പീഡിന് പറയുന്ന പേരാണ് സിങ്ക്രോണസ് സ്പീഡ്. ഓക്കെ, റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്പീഡിന് പറയുന്ന പേരാണ് സിങ്ക്രോണസ് സ്പീഡ്. സിങ്ക്രോണസ് സ്പീഡിനെ NS എന്നാണ് റീപ്രസെന്റ് ചെയ്യുന്നത്. ഈ സിങ്ക്രോണസ് സ്പീഡ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഫോർമുല 120 into F divided by T. ഇതില് F എന്ന് പറയുന്നത് ഫ്രീക്വൻസി ആണ്. F refers to the frequency of supply voltage. F refers to the frequency of supply voltage and P represents the total number of poles. F എന്ന് പറയുന്നത് ഫ്രീക്വൻസിയും P എന്ന് പറയുന്നത് total number of poles ആണ്. ഓക്കെ, അപ്പൊ സ്റ്റേറ്ററിലോട്ട് സപ്ലൈ കൊടുക്കുമ്പോഴത്തേക്കും ഒരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും എന്ന് പറഞ്ഞു. ഈ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് റൊട്ടേറ്റ് ചെയ്യുന്ന സ്പീഡ് അല്ലെങ്കിൽ ഈ ഫ്ലക്സ് റൊട്ടേറ്റ് ചെയ്യുന്ന സ്പീഡിനെയാണ് സിങ്ക്രോണസ് സ്പീഡ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് സിങ്ക്രോണസ് സ്പീഡിനെ NS എന്ന് റീപ്രസെന്റ് ചെയ്യാം. NS എന്ന് പറയുന്നത് 120 F divided by P. ഓക്കെ, ഇനി റോട്ടർ എടുക്കുമ്പോഴത്തേക്ക് ഇപ്പൊ നമ്മൾ പറഞ്ഞു മ്യൂച്വൽ ഇൻഡക്ഷൻ പ്രിൻസിപ്പിൾ അനുസരിച്ച് റോട്ടറിലോട്ട് EMF ഇൻഡ്യൂസ് ചെയ്യുന്നു. അതാണ് 3-phase ഇൻഡക്ഷൻ മോട്ടറിന്റെ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ. ഇനി റോട്ടർ എന്ത് ചെയ്യണം? റോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്നത് ഈ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിന്റെ സെയിം ഡയറക്ഷനിൽ തന്നെ ആയിരിക്കണം റോട്ടർ റൊട്ടേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത് റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിന്റെ അതേ ഡയറക്ഷനിലായിരിക്കണം. പക്ഷേ റോട്ടർ ഒരിക്കലും റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിന്റെ അതേ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യാൻ പാടില്ല. അപ്പൊ റോട്ടറിന്റെ സ്പീഡ് നമുക്ക് N എന്ന് എടുക്കാം. ഓക്കെ, സ്റ്റേറ്ററിന്റെ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് റൊട്ടേറ്റ് ചെയ്യുന്ന സ്പീഡ് അല്ലെങ്കിൽ അതിന്റെ സ്പീഡ് എന്ന് പറയുന്നത് NS എന്ന് പറഞ്ഞ് എടുക്കാം. ഒരിക്കലും റോട്ടറിന്റെ സ്പീഡ് സ്റ്റേറ്ററിന്റെ സ്പീഡിന് ഈക്വൽ ആയിരിക്കാൻ പാടില്ല. ഓക്കെ, എന്തുകൊണ്ടെന്ന് നമുക്ക് വരും സ്ലൈഡുകളിൽ നോക്കാം. ഓക്കെ, അപ്പൊ റോട്ടറിന്റെ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിന്റെ അതേ ഡയറക്ഷൻ തന്നെ ആയിരിക്കണം. പക്ഷെ റോട്ടർ ഒരിക്കലും മാഗ്നറ്റിക് ഫീൽഡിന്റെ അതേ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യാൻ പാടില്ല. എപ്പോഴും റോട്ടറിന്റെ സ്പീഡ് N എന്ന് പറയുന്നത് റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിനെക്കാളും കുറഞ്ഞു തന്നെ ആയിരിക്കണം നിൽക്കേണ്ടത്. ഓക്കെ, അപ്പൊ റോട്ടർ കണ്ടക്ടേഴ്സ് ഈ സ്റ്റേറ്റർ മാഗ്നറ്റിക് ഫീൽഡിനെ കട്ട് ചെയ്യുന്നു. അപ്പൊ EMF ഇൻഡ്യൂസ് ചെയ്യുന്നു. ആൻഡ് റോട്ടർ ഫീൽഡ് ഒരു ക്ലോസ്ഡ് സർക്യൂട്ട് ആണെങ്കിൽ റോട്ടർ സർക്യൂട്ട് വഴി കറണ്ടും ഫ്ലോ ചെയ്യും. ഓക്കെ, ഇനി കൺസ്ട്രക്ഷൻ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. ഏതൊരു മെഷീനെ പോലെയും 2 പാർട്ടുകളാണ് 3-phase ഇൻഡക്ഷൻ മോട്ടറിലുള്ളത്, റോട്ടറും സ്റ്റേറ്ററും. ഓക്കെ, അപ്പോൾ സ്റ്റേറ്ററിന് സ്റ്റാമ്പിങ്സ് ഉണ്ടായിരിക്കും. സ്റ്റാമ്പിങ്സ് സ്ലോട്ടഡ് ആയിരിക്കും സ്റ്റേറ്റർ കണ്ടക്ടേഴ്സ് അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. റോട്ടർ എടുക്കുവാണെങ്കിൽ ലാമിനേറ്റഡ് ടൈപ്പ് ഓഫ് റോട്ടർ ആയിരിക്കും. ഇവിടെ വൈൻഡിങ്സ് ബാറിന്റെ ആകൃതിയിലായിരിക്കും കാണപ്പെടുന്നത്.
ഇനി 3-phase ഇൻഡക്ഷൻ മോട്ടറിന്റെ റോട്ടർ കൺസ്ട്രക്ഷൻ നോക്കുവാണെങ്കിൽ 2 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റോട്ടർ കൺസ്ട്രക്ഷൻ ആണ് ഉള്ളത്. ഒന്ന് സ്ക്വയറൽ ഗേജ് റോട്ടർ, രണ്ടാമത്തത് സ്ലിപ്പ് റിംഗ് റോട്ടർ. ആൻഡ് ഏത് ടൈപ്പ് ഓഫ് റോട്ടർ ആണോ ഉപയോഗിക്കുന്നത് എന്നതിനെ ബേസ് ചെയ്ത് ഇൻഡക്ഷൻ മോട്ടറിനെ, അതായത് 3-phase ഇൻഡക്ഷൻ മോട്ടറിനെ ആ പേരുകളിലാണ് ഇൻഡക്ഷൻ മോട്ടോർ അറിയപ്പെടുന്നത്. എങ്ങനെ? സ്ക്വയറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടോർ എന്നും സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോർ എന്നും ആയിരിക്കും റോട്ടർ കൺസ്ട്രക്ഷനെ ബേസ് ചെയ്ത് അറിയപ്പെടുന്നത്. ഇനി നമുക്ക് സ്ക്വയറൽ ഗേജിന്റെ കൺസ്ട്രക്ഷനും സ്ലിപ്പ് റിംഗിന്റെ കൺസ്ട്രക്ഷനും എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. 95% ഓഫ് ദി 3-phase ഇൻഡക്ഷൻ മോട്ടോർ എന്ന് പറയുന്നത് സ്ക്വയറൽ ഗേജ് ടൈപ്പ് തന്നെയാണ്. 95% സ്ക്വയറൽ ഗേജ് ടൈപ്പ് തന്നെയാണ്. ഓക്കെ, സ്ക്വയറൽ ഗേജ് എന്ന് പറയുന്നത് ഇതേപോലെ ലാമിനേറ്റഡ് കോർ ആയിരിക്കും. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സിലിണ്ടറിക്കൽ ലാമിനേറ്റഡ് കോർ. സ്ലോട്ട്സ് സ്ക്യൂഡ് ആയിരിക്കും. ഞാൻ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്ലോട്ട്സ് എപ്പോഴും സ്ക്യൂഡ് കൺസ്ട്രക്ഷൻ. സ്ക്യൂഡ് എന്ന് പറഞ്ഞാൽ ഈ ചരിവുണ്ടല്ലോ, ഈ ഒരു രീതിയിലായിരിക്കും സ്ലോട്ട്സ് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരിക്കുന്നത്. ഇതെപ്പോഴും ഷാഫ്റ്റിന്റെ ആക്സിസിന്, ഇതാണ് ഷാഫ്റ്റിന്റെ ആക്സിസ്, ഷാഫ്റ്റിന്റെ ആക്സിസിന് പാരലൽ ആയിരിക്കും ഈ സ്ലോട്ട്സ്. ഇനി ഇവിടെ അൺഇൻസുലേറ്റഡ് കോപ്പർ അല്ലെങ്കിൽ അലുമിനിയം ബാർസ് ഓരോ സ്ലോട്ടിലും പ്ലേസ് ചെയ്തിട്ടുണ്ടായിരിക്കും. സി, ഇത് ഓരോന്നും സ്ലോട്ടാണ്. ഇപ്പം ഇത് നോക്കാം, ഇതൊരു സ്ലോട്ട്, ഇതൊരു സ്ലോട്ട്, ഇതൊരു സ്ലോട്ട്, അങ്ങനെ പോവാണ്. ഓരോ സ്ലോട്ടിലും അൺഇൻസുലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻസുലേറ്റ് ചെയ്യാത്ത കോപ്പർ അല്ലെങ്കിൽ അലൂമിനിയം ബാർസ് അല്ലെങ്കിൽ കോപ്പർ അല്ലെങ്കിൽ അലൂമിനിയം കണ്ടക്ടേഴ്സ് ഓരോ സ്ലോട്ടിലും പ്ലേസ് ചെയ്തിട്ട് ഉണ്ടായിരിക്കും. ആൻഡ് ഈ സ്ലോട്ട്സ് സ്ക്യൂഡ് ആയതുകൊണ്ട് ഈ ഒരു ചെറിയ ചരിവുണ്ടായിരിക്കും. ഓക്കെ, ഇനി ഈ റോട്ടറിന്റെ 2 എൻഡും ഒരു ഹെവി റിംഗ് യൂസ് ചെയ്തിട്ട് ഷോർട്ട് സർക്യൂട്ട് ചെയ്തിരിക്കുകയാണ്. അതായത് ഇവിടെ ഒരു റിംഗ്, ഇത് റോട്ടാർ ബാർ ആണ്, ഈ സാധനമാണ് റോട്ടാർ ബാർ. ഇത് റോട്ടാർ ബാറിന്റെ 2 അറ്റം, ഈ അറ്റവും ഈ അറ്റവും ഹെവി റിംഗ് കൊണ്ട് ഷോർട്ട് സർക്യൂട്ട് ചെയ്തിരിക്കുകയാണ്. ആ റിംഗിന് പറയുന്ന പേരാണ് എൻഡ് റിംഗ്. ഓക്കെ, അപ്പം ഈ ഹോൾ അറേഞ്ച്മെന്റ്, മൊത്തം അറേഞ്ച്മെന്റും ഒരു കേജ് പോലെയാണ് കാണപ്പെടുന്നത്. അതുകൊണ്ടാണ് അതിനെ സ്ക്വയറൽ കേജ് എന്ന് പറയുന്നത്. സ്ക്വയറലിന്റെ കേജ് പോലെയാണ് കാണപ്പെടുന്നത്, അതുകൊണ്ടാണ് സ്ക്വയറൽ കേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോഴ് ഇതാണ് സ്ക്വയറൽ ഗേജിന്റെ കൺസ്ട്രക്ഷൻ. സ്ക്വയറൽ ഗേജ് സിലിണ്ടറിക്കൽ ടൈപ്പ് ആണ് സ്ക്വയറൽ ഗേജ് റോട്ടർ എന്ന് പറയുന്നത്. സ്ലോട്ട്സ് സ്ക്യൂഡ് ആയിരിക്കും. ആൻഡ് ഓരോ സ്ലോട്ടിലും അൺഇൻസുലേറ്റ് ചെയ്തിട്ടുള്ള കോപ്പർ അല്ലെങ്കിൽ അലുമിനിയം ബാർസ് അല്ലെങ്കിൽ കോപ്പർ കണ്ടക്ടേഴ്സ് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ കോപ്പർ ബാർസിന്റെ 2 എൻഡും എൻഡ് റിംഗ് യൂസ് ചെയ്ത് ഷോർട്ട് സർക്യൂട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ ഹോൾ അസംബ്ലി ഒരു കേജ് പോലെ കാണപ്പെടുന്നത് കൊണ്ടാണ് സ്ക്വയറൽ കേജ് ഇൻഡക്ഷൻ മോട്ടോർ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഒരു ഡ്രോബാക്ക് ഉണ്ട്. ഈ 2 റോട്ടർ ബാറിന്റെ 2 എൻഡും ഷോർട്ട് സർക്യൂട്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് എക്സ്റ്റേണലി നമുക്ക് റെസിസ്റ്റൻസ് ആഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം, എക്സ്റ്റേണലി റെസിസ്റ്റൻസ് ആഡ് ചെയ്യാൻ പറ്റാത്ത ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് ഇൻഡക്ഷൻ മോട്ടോർ ഏതാണ് എന്നുള്ളത് ചോദിക്കാം. സോ സ്ക്വയറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടറിലാണ് എക്സ്റ്റേണൽ ആയിട്ട് റെസിസ്റ്റൻസസ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റാത്തത്. അപ്പൊ എക്സ്റ്റേണലി നമ്മൾ എന്തിനാ റെസിസ്റ്റൻസ് ആഡ് ചെയ്യുന്നു എന്ന് വെച്ചാൽ, ഒന്ന് സ്പീഡ് കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ സ്പീഡ് വേരിയേഷന് വേണ്ടിയിട്ടോ ടോർക്ക് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടോ ഒക്കെ ആയിരിക്കും റെസിസ്റ്റൻസ് നമ്മൾ എക്സ്റ്റേണലി കണക്ട് ചെയ്യേണ്ടി വരിക. അത് പക്ഷേ സ്ക്വയറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടറിൽ സാധ്യമല്ല. ഓക്കെ, ഇനി നമ്മൾ സ്ക്യൂഡ് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു. സ്ക്വയറൽ ഗേജ് റോട്ടറിന്റെ സ്ലോട്ട്സ് സ്ക്യൂഡ് ആയിരിക്കും അല്ലെ. സ്ക്യൂഡ് എന്ന് പറയുമ്പോഴത്തേക്കും നേരത്തെ ഫിഗറിൽ പറഞ്ഞായിരുന്നു, ഈ ഒരു ഇങ്ങനെ സ്ലോട്ട്സ് സ്ക്യൂഡ് കൺസ്ട്രക്ഷൻ ആയിരിക്കും സ്ലോട്ട്സിന് കൊടുത്തിട്ടുള്ളത്. അതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജസ്, ഓപ്പറേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നോയിസ് റെഡ്യൂസ് ചെയ്യും. സാധാരണ ഒരു ഹമ്മിങ് നോയിസ് വരാൻ സാധ്യതയുണ്ട്, ഒരുമാതിരി ഒരു നോയിസ് വരും ഈ മോട്ടോർ ഓപ്പറേറ്റ് ചെയ്യുമ്പോഴത്തേക്കും. ആ നോയിസ് മിനിമൈസ് ചെയ്യാനായിട്ട് സ്ക്യൂഡ് കൺസ്ട്രക്ഷൻ സഹായിക്കും. പിന്നെ ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് യൂണിഫോം ആയിരിക്കും. ഇനി മാഗ്നറ്റിക് ലോക്കിംഗ് ടെൻഡൻസി റെഡ്യൂസ് ചെയ്യാൻ പറ്റും. മാഗ്നറ്റിക് ലോക്കിംഗ് ടെൻഡൻസി ഓഫ് റോട്ടറിന് പറയുന്നത് കോഗിങ് എന്നാണ്. കോഗിങ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്ററിന്റെ സ്ലോട്ട്സും റോട്ടറിന്റെ സ്ലോട്ട്സും ഈക്വൽ നമ്പർ ആയിരിക്കുന്ന സമയത്ത് സ്റ്റേറ്റർ ടീത്ത് അല്ലെങ്കിൽ സ്റ്റേറ്റർ ടീത്തും റോട്ടർ ടീത്തും അല്ലെങ്കിൽ സ്റ്റേറ്റർ സ്ലോട്ടും റോട്ടർ സ്ലോട്ടും ലോക്ക് ആവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോ ആ ഒരു പ്രോസസ്സിനെയാണ് മാഗ്നറ്റിക് ലോക്കിംഗ് അല്ലെങ്കിൽ കോഗിംഗ് എന്ന് പറയുന്നത്. സ്ലോട്ട്സ് നമ്മൾ സ്ക്യൂ ചെയ്ത് ഉള്ള കൺസ്ട്രക്ഷൻ ആയിരിക്കുമ്പോഴത്തേക്കും ഈ ലോക്കിംഗ് ടെൻഡൻസി റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ,
അപ്പം ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഡ്യൂ ടു മാഗ്നറ്റിക് ആക്ഷൻ കോഗിങ് ഒക്കേഴ്സ്. കോഗിങ് എന്തുകൊണ്ടാണ് ഒക്കർ ആവുന്നത്? റോട്ടറിന്റെയും സ്റ്റേറ്ററിന്റെയും ടീത്ത് ഒന്നിനൊന്ന് ലോക്ക് ആവുന്നത് കൊണ്ടാണ് കോഗിങ് എന്ന് പറയുന്ന ആക്ഷൻ സംഭവിക്കുന്നത്. അപ്പം ഇത്രയും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഈ ഒരു അഡ്വാൻറ്റേജസ് ആണ് സ്ക്യൂഡ് സ്ലോട്ട്സ് കാരണം നമുക്ക് കിട്ടുന്നത്. ഒന്ന്, ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് നോയിസ് ഫ്രീ ഓപ്പറേഷൻ കിട്ടും, മാക്സിമം യൂണിഫോം ടോർക്ക് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുമാത്രമല്ല കോഗിങ് എന്ന് പറയുന്ന പ്രോസസ്സിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. കോഗിങ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ലോക്കിംഗ് ബിറ്റ് ഓഫ് സ്റ്റേറ്റർ ആൻഡ് റോട്ടർ ടീത്ത്, മാഗ്നറ്റിക് ലോക്കിംഗ് ബിറ്റ്വീൻ ദി സ്റ്റേറ്റർ ആൻഡ് റോട്ടർ ടീത്ത്, അതിനാണ് കോഗിങ് എന്ന് പറയുന്നത്. അടുത്ത രണ്ടാമത്തെ ടൈപ്പാണ് സ്ലിപ്പ് റിംഗ് റോട്ടർ. സ്ലിപ്പ് റിംഗ് റോട്ടറിന് പറയുന്ന വേറൊരു പേര് വൗണ്ട് റോട്ടർ ആണ്. ഈ ഒരു പേരും കൂടെ ഓർമ്മിച്ച് വെക്കുക. സ്ലിപ്പ് റിംഗ് റോട്ടർ ഈസ് ഓൾസോ നോൺ ആസ് വൗണ്ട് റോട്ടർ. ഇവിടെ സ്ലിപ്പ് റിംഗില് ലാമിനേറ്റഡ് സിലിണ്ടറിക്കൽ ആർമേച്ചർ കോർ ഉണ്ടായിരിക്കും. ഓക്കെ, ഇവിടെ ഇത് മൂന്നും സ്റ്റാർ കണക്റ്റഡ് റോട്ടർ വൈൻഡിങ് ആണ്. റോട്ടർ വൈൻഡിങ് മിക്കവാറും സ്റ്റാർ കണക്റ്റഡ് തന്നെ ആയിരിക്കും. ആൻഡ് ഈ റോട്ടർ വൈൻഡിങ്ങിനെ നമ്മൾ എക്സ്റ്റേണലി കണക്ട് ചെയ്യാണ് ഒരു റെസിസ്റ്റൻസിലോട്ട്. ഓക്കെ, ഈ മൂന്ന് റോട്ടർ വൈൻഡിങ്ങിനെയും, സ്റ്റാർ കണക്റ്റഡ് റോട്ടർ വൈൻഡിങ്ങിനെയും എക്സ്റ്റേണലി ഒരു റെസിസ്റ്റൻസിലോട്ട് നമ്മൾ കണക്ട് ചെയ്യുവാണ്. എന്ത് വഴിയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? ഫിഗറിൽ തന്നെ അത് ക്ലിയർ ആണ്. സ്ലിപ്പ് റിംഗ് ബ്രഷ് അസംബ്ലി വഴിയാണ് എക്സ്റ്റേണൽ റെസിസ്റ്റൻസിലോട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് മൂന്ന് ഇൻസുലേറ്റഡ് സ്ലിപ്പ് റിംഗ്സ് ഉണ്ടായിരിക്കും, മൂന്ന് ഇൻസുലേറ്റഡ് സ്ലിപ്പ് റിംഗ് ബ്രഷ് അസംബ്ലി ഉണ്ടായിരിക്കും. അപ്പോ സ്ലിപ്പ് റിംഗ്സിന്റെ അടുത്ത് മീൻസ് സ്ലിപ്പ് റിംഗ്സിന്റെ മേലെ ബ്രഷസ് റെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പം ഈ ബ്രഷസ് എക്സ്റ്റേണലി നമുക്ക് റെസിസ്റ്റർ അല്ലെങ്കിൽ റിയോസ്റ്റാറ്റിലോട്ട് കണക്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ റെസിസ്റ്റേഴ്സ് മിനിമം പൊസിഷൻ എന്ന് വെച്ചാൽ ഫുൾ മിനിമം അല്ല, ഫുൾ റെസിസ്റ്റേഴ്സും കണക്ട് ചെയ്യണം, സർക്യൂട്ടിലോട്ട് കണക്ട് ചെയ്യണം. അതായത് ഈ ആരോ മാർക്ക് ഏറ്റവും താഴത്തെ പോയിന്റിലായിരിക്കും. ഓക്കെ, എന്തിനാന്ന് വെച്ചാൽ ഹയർ സ്റ്റാർട്ടിംഗ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇനിഷ്യലി അറ്റ് ദ ടൈം ഓഫ് സ്റ്റാർട്ടിംഗ് ഹോൾ റെസിസ്റ്റൻസും സർക്യൂട്ടിലോട്ട് കണക്ട് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യുന്നു? മെഷീൻ സ്റ്റാർട്ട് ചെയ്യുന്നു, പതിയെ റൊട്ടേറ്റ് ചെയ്യുന്നു, ടോർക്ക് ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോഴത്തേക്കും എന്ത് ചെയ്യും? ഈ റെസിസ്റ്റൻസിനെ പതിയെ പതിയെ കട്ട് ചെയ്യുന്നു. കട്ട് ചെയ്തിട്ട് മെഷീൻ ഓൾമോസ്റ്റ് സിങ്ക്രോണസ് സ്പീഡിൽ എത്തുമ്പോൾ, അല്ലെങ്കിൽ ഒരു 75 to 80% സിങ്ക്രോണസ് സ്പീഡിൽ എത്തുമ്പോൾ ഇനി ഈ റെസിസ്റ്റൻസിന്റെ ആവശ്യമില്ല. റെസിസ്റ്റൻസസ് ഒക്കെ ഈ ഒരു വേരിയബിൾ ഹാൻഡിൽ നമുക്ക് ഇവിടെ കൊണ്ടുവരാം. മൂന്ന് റെസിസ്റ്റൻസിന്റെയും വേരിയബിൾ ഹാൻഡിൽ നമുക്ക് ഇവിടെ കൊണ്ടുവരാം. ഇവിടെ കൊണ്ടുവരുമ്പോഴത്തേക്കും ഈ ഒരു രീതിയിലായിരിക്കും റെസിസ്റ്റൻസ് കട്ട് ഔട്ട് ചെയ്യാം. സർക്യൂട്ടിൽ നിന്ന് റെസിസ്റ്റൻസ് കട്ട് ഔട്ട് ചെയ്യാം. അപ്പം ഇത് മൂന്നും ഷോർട്ട് സർക്യൂട്ട് എന്നുള്ള രീതിയിലാവും. ഇനി നമുക്ക് റെസിസ്റ്റൻസിന്റെ ആവശ്യം ഇല്ല. ഓക്കെ, അങ്ങനെയാണ് സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോർ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ത്രീ ഫേസ് റോട്ടർ വൈൻഡിങ് എക്സ്റ്റേണൽ റെസിസ്റ്റൻസിലോട്ട് സ്ലിപ്പ് റിംഗ് ആൻഡ് ബ്രഷ് അസംബ്ലിയുടെ സഹായത്തോടു കൂടി കണക്ട് ചെയ്യപ്പെടുന്നു. ഇനിഷ്യലി ഹോൾ റെസിസ്റ്റൻസും സർക്യൂട്ടിലോട്ട് കണക്ട് ചെയ്യുന്നു. അപ്പോഴത്തേക്കും നമുക്ക് ടോർക്ക്, സ്റ്റാർട്ടിംഗ് ടോർക്ക് ഇംപ്രൂവ് ചെയ്ത് കിട്ടും. ആൻഡ് മെഷീൻ പതിയെ റൊട്ടേറ്റ് ചെയ്യുന്നു, ടോർക്ക് ഗെയിൻ ചെയ്യുന്നു. അപ്പോഴത്തേക്കും ഈ റെസിസ്റ്റൻസ് പതിയെ പതിയെ കട്ട് ചെയ്ത് കംപ്ലീറ്റ്ലി റെസിസ്റ്റൻസ് സർക്യൂട്ടിൽ നിന്ന് മാറ്റിക്കളയുന്നു. പിന്നെ റെസിസ്റ്റൻസിന്റെ ആവശ്യം വരുന്നില്ല. ഇതാണ് സ്ലിപ്പ് റിംഗ് റോട്ടർ. അപ്പൊ ഇവിടെ സ്ലിപ്പ് റിംഗ് റോട്ടറിന്റെ മെയിൻ അഡ്വാൻറ്റേജ് ആയിരിക്കുന്ന സമയത്ത് ഇനിഷ്യലി വരുന്ന ആ ഹൈ സ്റ്റാർട്ടിംഗ് കറണ്ട് അല്ലെങ്കിൽ ഹൈ ഇൻറഷ് ഓഫ് കറണ്ട്, പെട്ടെന്ന് ഒരു കറണ്ട് ഇങ്ങനെ കുതിച്ചു കയറി വരും. അത് നമുക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല എന്താണ്, സ്പീഡ് കൺട്രോളും നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ഒരു അറേഞ്ച്മെന്റ് യൂസ് ചെയ്തിട്ട് സ്പീഡും കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോ സ്റ്റാർട്ടിംഗ് കറണ്ടിനെ നമുക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റും. ടു റെഡ്യൂസ് ദ സ്റ്റാർട്ടിംഗ് കറണ്ട് ഒരു പോയിന്റ് പറയാം. സ്റ്റാർട്ടിംഗ് ടോർക്ക് ഇൻക്രീസ് ചെയ്യാം, മോട്ടറിന്റെ സ്പീഡും കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് എക്സ്റ്റേണൽ റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എക്സ്റ്റേണൽ റെസിസ്റ്റേഴ്സിന്റെ പർപ്പസ് ഇതൊക്കെയാണ്. ഓക്കെ, അടുത്ത് നമുക്ക് ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിന്റെ അഡ്വാൻറ്റേജസ് നോക്കാം. സിമ്പിളും റഗഡ് കൺസ്ട്രക്ഷനുമാണ്, മെയിൻ്റനൻസ് കുറവാണ്, നല്ല എഫിഷ്യൻസി പവർ ഫാക്ടറും കിട്ടും, എക്സ്പെൻസ് കുറവാണ്,
സെൽഫ് സ്റ്റാർട്ടിംഗ് ടോർക്ക് ഉണ്ട്. നമ്മൾ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ നോക്കിയപ്പോഴത്തേക്കും സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ സെൽഫ് സ്റ്റാർട്ടിംഗ് അല്ല എന്നാണ് നമ്മൾ പഠിച്ചത് അല്ലെ. സെൽഫ് സ്റ്റാർട്ടിംഗ് ആവാത്തതിന്റെ റീസൺസ് ഒക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ആ ഡബിൾ ഫീൽഡ് റിവോൾവിംഗ് തിയറി യൂസ് ചെയ്ത് എന്തുകൊണ്ടാണ് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ സെൽഫ് സ്റ്റാർട്ടിംഗ് അല്ല എന്നുള്ളത് നമ്മൾ നോക്കി. അതേസമയം 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിനാണെങ്കിൽ അത്യാവശ്യം സ്റ്റാർട്ടിംഗ് ടോർക്ക് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോ ഇറ്റ് ഹാസ് സെൽഫ് സ്റ്റാർട്ടിംഗ് ടോർക്ക്. ഇനി ഡ്രോബാക്ക് നോക്കുവാണെങ്കിൽ സ്പീഡ് കൺട്രോൾ ഒരല്പം പാടാണ്. കാരണം ഓൾമോസ്റ്റ് ഒരു കോൺസ്റ്റന്റ് സ്പീഡിലായിരിക്കും ഈ ഒരു മെഷീൻ റൺ ചെയ്യുന്നത്. സോ സ്പീഡ് കൺട്രോൾ ഒരല്പം ഡിഫിക്കൽട്ട് ആയിരിക്കും. ആൻഡ് സ്റ്റാർട്ടിംഗ് ടോർക്ക് നമ്മൾ പറഞ്ഞു, സ്റ്റാർട്ടിംഗ് ടോർക്ക് നോർമൽ നോക്കുവാണെങ്കിൽ സ്റ്റാർട്ടിംഗ് ടോർക്ക് ഒരല്പം കുറവായിരിക്കും. അത്യാവശ്യമുണ്ട്, പക്ഷെ എന്നാലും കമ്പാരിറ്റീവ്ലി സ്റ്റാർട്ടിംഗ് ടോർക്ക് കുറവായിരിക്കും. ഹൈ ഇൻ റഷ് ഓഫ് കറണ്ട് കാണും. അതുകൊണ്ടാണ് നമ്മൾ എക്സ്റ്റേണൽ റെസിസ്റ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ലാഗിംഗ് പവർ ഫാക്ടറിലായിരിക്കും കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നത്. ലൈറ്റ് ലോഡ്സ് ഒക്കെ അല്ലെങ്കിൽ ലൈറ്റ് ലോഡ് കണ്ടീഷൻ വരുന്ന സമയത്ത് പവർ ഫാക്ടർ വളരെ കുറവായിരിക്കും. വളരെ ലോ പവർ ഫാക്ടറിലായിരിക്കും ഈ മെഷീൻസ് വർക്ക് ചെയ്യുന്നത്. ലോ പവർ ഫാക്ടർ എന്ന് പറയുമ്പോൾ 0.3 to 0.5 ലാഗിംഗ് ആയിരിക്കും ആ സമയത്തുള്ള പവർ ഫാക്ടർ. അതായത് ഒട്ടും ലോഡ് ഇല്ലാത്ത വീക്ക് ലോഡ് സമയത്തുണ്ട്. എന്ന് വെച്ചാൽ പീക്ക് അല്ല, വീക്ക് ആണ്. വീക്ക് മീൻസ് വെരി ലൈറ്റ് ലോഡ്സ്. ലോഡ് കുറഞ്ഞിരിക്കുന്ന സമയത്ത് വളരെ ചെറിയ പവർ ഫാക്ടർ അല്ലെങ്കിൽ വളരെ കുറഞ്ഞ പവർ ഫാക്ടറിലായിരിക്കും മോട്ടോർ വർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് സ്ലിപ്പ് എന്താണെന്ന് നോക്കാം. അപ്പം ഈ സ്ലിപ്പ് ഇമ്പോർട്ടന്റ് ആണ്. സ്ലിപ്പിന്റെ ഫോർമുലയും ഇതിനെ ബേസ് ചെയ്ത് ചെറിയ ചെറിയ പ്രോബ്ലംസും ഒക്കെ ചോദിക്കും. സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്പീഡ് NS എന്ന് പറഞ്ഞു അല്ലെ. റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ സ്റ്റേറ്റർ ഫീൽഡിന്റെ സ്പീഡ് എന്ന് പറയുന്നത് NS ഉം റോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്ന സ്പീഡ് N-ഉമാണ്. റോട്ടറിന്റെ സ്പീഡ് N-ഉമാണ്. ഓക്കെ, ഈ NS മൈനസ് N ആണ് സ്ലിപ്പ് സ്പീഡ് എന്ന് പറയുന്നത്. NS മൈനസ് N സ്ലിപ്പ് സ്പീഡാണ്. മാർക്കറ്റ് സ്ലിപ്പ് സ്പീഡാണ്. ഇനി സ്ലിപ്പിനെ നമ്മൾ S എന്ന ലെറ്റർ ഉപയോഗിച്ചാണ് റീപ്രസെന്റ് ചെയ്യുന്നത്. സ്ലിപ്പ് കണ്ടുപിടിക്കേണ്ട ഫോർമുല ഇതാണ്. S is equal to NS minus N divided by NS. അതായത് ഡിഫറൻസ് ബിറ്റ്വീൻ സിങ്ക്രോണസ് സ്പീഡ് ആൻഡ് ആക്ച്വൽ സ്പീഡ് ഡിവൈഡഡ് ബൈ സിങ്ക്രോണസ് സ്പീഡ്. ഇനി പെർസെന്റേജ് സ്ലിപ്പ് ആണ് കണ്ടുപിടിക്കുന്നുവെങ്കിൽ into 100% ചെയ്യുക. ഓക്കെ, ആൻഡ് NS എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക? NS എന്ന് പറയുന്നത് 120 f/p. അത് നമ്മൾ നേരത്തെ തന്നെ നോക്കി. സിങ്ക്രോണസ് സ്പീഡ് NS എന്ന് പറയുന്നത് 120 f/p. F എന്ന് പറയുന്നത് ഫ്രീക്വൻസിയും P എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് പോൾസ് ഓഫ് ദ മെഷീനുമാണ്. ഓക്കെ, അപ്പൊ സ്ലിപ്പ് എന്ന് പറയുന്നത് NS മൈനസ് N ഡിവൈഡഡ് ബൈ NS. NS എന്ന് പറയുന്ന സ്റ്റേറ്റർ ഫീൽഡിന്റെ സ്പീഡും N എന്ന് പറയുന്ന റോട്ടറിന്റെ സ്പീഡുമാണ്. ഇനി റോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്ന സ്പീഡിനെ റോട്ടാർ സ്പീഡ് എന്നും മോട്ടാർ സ്പീഡ് എന്നും പറയാം. ഇനി ഡിഫറൻസ് ബിറ്റ്വീൻ സിങ്ക്രോണസ് സ്പീഡ് ആൻഡ് ആക്ച്വൽ റോട്ടാർ സ്പീഡ് ഈസ് കോൾഡ് as സ്ലിപ്പ് സ്പീഡ്. അപ്പൊ സ്ലിപ്പ് സ്പീഡ് ആണ്. ഇത് സ്ലിപ്പും ഇത് സ്ലിപ്പ് സ്പീഡുമാണ്. സ്ലിപ്പ് സ്പീഡിനെ എങ്ങനെ റിപ്രസെന്റ് ചെയ്യാം? NS മൈനസ് N. അതാണ് സ്ലിപ്പ് സ്പീഡ് എന്ന് പറയുന്നത്. NS മൈനസ് N ആണ് സ്ലിപ്പ് സ്പീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സ്ലിപ്പ് എന്ന് പറയുമ്പോൾ NS മൈനസ് N ബൈ NS. പെർസെന്റേജ് സ്ലിപ്പ് എന്ന് പറയുമ്പോൾ into 100 ചെയ്യുക. ആൻഡ് ഈ NS എന്ന് പറയുന്നത് സിങ്ക്രോണസ് സ്പീഡ്. സിങ്ക്രോണസ് സ്പീഡ് കണ്ടുപിടിക്കേണ്ടത് 120 into F ഡിവൈഡഡ് ബൈ P. NS മൈനസ് N, ഈ സ്ലിപ്പ് കണ്ടുപിടിക്കുന്നത് സ്ലിപ്പ് സ്പീഡ് ഡിവൈഡഡ് ബൈ സിങ്ക്രോണസ് സ്പീഡ് ആണ് സ്ലിപ്പ് എന്ന് പറയുന്നത്. NS മൈനസ് N സ്ലിപ്പ് സ്പീഡാണ്. ഇനി റോട്ടർ സ്റ്റേഷനറി ആയിരിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും നോക്കാം. റോട്ടറിന്റെ സ്പീഡ് എന്താ? N ആണ്. അപ്പൊ റോട്ടർ സ്റ്റേഷനറി എന്ന് പറഞ്ഞാൽ റോട്ടർ റൺ ചെയ്യുന്നില്ല, സ്റ്റാൻഡ് സ്റ്റിൽ കണ്ടീഷനിലാണ്. ആ സമയത്ത് റോട്ടറിന്റെ സ്പീഡ് N0 ആണ്. അപ്പൊ നമ്മൾ നേരെ ആ സ്ലിപ്പിന്റെ ഇക്വേഷനിലോട്ട് പോകാം. സ്ലിപ്പ് എന്ന് പറയുന്നത് എന്താ? NS മൈനസ് N ഡിവൈഡഡ് ബൈ NS. ഇതാണ് സ്ലിപ്പിന്റെ ഇക്വേഷൻ. റോട്ടറിന്റെ സ്പീഡ് ഇല്ല, റോട്ടർ സ്റ്റേഷനറി ആണെങ്കിൽ റോട്ടറിന്റെ സ്പീഡ് 0 ആണ്. N എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ ഇക്വേഷൻ എങ്ങനെ മാറും? NS മൈനസ് 0 ഡിവൈഡഡ് ബൈ NS. അപ്പോ ഇത് 0 അല്ലേ? ബാക്കി വരുന്നത് എങ്ങനെയാ? NS ഡിവൈഡ് ബൈ NS. സ്ലിപ്പിന്റെ വാല്യൂ എന്തായിരിക്കും? 1. അപ്പോഴ് നമുക്ക് ഇതിനെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം?
അറ്റ് ദ ടൈം ഓഫ് സ്റ്റാർട്ടിങ്, സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് റോട്ടറിന് സ്പീഡ് ഒന്നും കാണുകയില്ല. റോട്ടാർ സ്പീഡ് 0 ആയിരിക്കും. സ്ലിപ്പിന്റെ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പൊ ഇത് എപ്പോഴാ സംഭവിക്കുന്നത്? അറ്റ് ദി ടൈം ഓഫ് സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ അറ്റ് സ്റ്റാർട്ട്. when the machine is just started അല്ലെങ്കിൽ when the machine is under starting condition. Okay, at the time of starting സ്ലിപ്പ് 1 അതായത് സ്പീഡ് 0 സ്ലിപ്പ് 1 ആണ്. ഓക്കെ, ഇനി വീണ്ടും ഞാൻ ആ സ്ലിപ്പിന്റെ ഇക്വേഷനിലോട്ട് പോവാണ്. എസ് ഈസ് ഈക്വൽ ടു എൻ എസ് മൈനസ് എൻ ഡിവൈഡഡ് ബൈ എൻ എസ്. അപ്പൊ ഇതാണ് സ്ലിപ്പിന്റെ ഇക്വേഷൻ. എസ് ഈസ് ഈക്വൽ ടു എൻ എസ് മൈനസ് എൻ ബൈ എൻ എസ്. ഈ എൻ എസിനെ നേരെ ഞാൻ ഈ സ്ലിപ്പിലോട്ട് എടുക്കുന്നു, അതായത് ന്യൂമറേറ്ററിലോട്ട് എടുക്കുന്നു, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എടുക്കുന്നു. അപ്പൊ എന്ത് കിട്ടും? എൻ എസ് ഇൻറ്റു എസ് ഈസ് ഈക്വൽ ടു എൻ എസ് മൈനസ് എൻ. ഞാൻ സ്ലിപ്പ് ഇക്വേഷൻ ആണ് പറയുന്നത്. എൻ എസ് ഇൻറ്റു എസ് ഈസ് ഈക്വൽ ടു എൻ എസ് മൈനസ് എൻ. അപ്പൊ അതാ ഇവിടെ എഴുതിയിരിക്കുന്നത്, എൻ എസ് ഇൻറ്റു എസ് ഈസ് ഈക്വൽ ടു എൻ എസ് മൈനസ് എൻ. ഇതിൽ നിന്ന് എനിക്ക് വേണ്ടത് റോട്ടറിന്റെ സ്പീഡ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതിന് നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം എൻ എസ് ഉള്ള ടേംസിനെ ഒക്കെ ഒരുമിച്ച് കൊണ്ടുവരാം, എന്നിനെ സെപ്പറേറ്റ് ആക്കി എടുക്കാം. ഞാൻ ഈ എന്നിനെ ഇപ്പുറത്തോട്ട് എടുക്കുന്നു, എൻ എസ് ഇൻറ്റു എസിനെ ഇങ്ങോട്ട് എടുക്കുന്നു. ഓക്കെ, അപ്പൊ എന്ത് കിട്ടും? എൻ ഈസ് ഈക്വൽ ടു, ഇവിടെ എഴുതിയിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്യുന്നു? ഈ എന്നിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോകുന്നു ആൻഡ് ഈ എൻ എസ് ഇൻറ്റു എസിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരുന്നു. അപ്പൊ മൈനസ് എൻ ഇപ്പുറത്തോട്ട് പോകുമ്പോൾ പ്ലസ് എൻ ആവുന്നു, എൻ എസ് ഇൻറ്റു എസ് ഇപ്പുറത്തോട്ട് വരുമ്പോൾ മൈനസ് എസ് ഇൻറ്റു എൻ എസ് എന്ന് പറഞ്ഞ് ആവുന്നു. അപ്പൊ നമുക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടും. എൻ ഈസ് ഈക്വൽ ടു എൻ എസ് ഇൻറ്റു എസ് എൻ എസ് മൈനസ് എസ് ഇൻറ്റു എൻ എസ്. ഈ രണ്ടിലും എൻ എസ് കോമൺ അല്ലേ? ജസ്റ്റ് പുറത്തെടുക്കൂ, എന്ത് കിട്ടും? 1 മൈനസ് എസ്. എൻ ഈസ് ഈക്വൽ ടു എൻ എസ് ഇൻറ്റു 1 മൈനസ് എസ്. ഇതാണ് റോട്ടാർ സ്പീഡ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ, അല്ലെങ്കിൽ മോട്ടറിന്റെ സ്പീഡ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ. എൻ ഈസ് ഈക്വൽ ടു എൻ എസ് ഇൻറ്റു 1 മൈനസ് എസ്. എൻ എസ് എന്ന് പറയുന്ന സിങ്ക്രോണസ് സ്പീഡും എസ് എന്ന് പറയുന്നത് സ്ലിപ്പുമാണ്. അപ്പം ഇങ്ങനത്തെ കുറച്ച് ഫോർമുലകൾ ഓർമ്മിച്ച് വയ്ക്കണേ. ഒന്ന് സ്ലിപ്പിന്റെ ഇക്വേഷൻ, പിന്നെ ഈ റോട്ടാർ സ്പീഡിന്റെ ഇക്വേഷൻ. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സ്ലിപ്പിന്റെ വാല്യൂ 1. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫ്രീക്വൻസി ഓഫ് റോട്ടാർ സർക്യൂട്ട്. റോട്ടാർ സർക്യൂട്ട് ഫ്രീക്വൻസി എങ്ങനെ കണ്ടുപിടിക്കും, എന്താണ് ഇക്വേഷൻ എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. നമുക്കറിയാം സിങ്ക്രോണസ് സ്പീഡ് എന്ന് പറയുന്നത് എൻ എസ് ഈസ് ഈക്വൽ ടു 120 എഫ് ഡിവൈഡഡ് ബൈ പി. ഇതിൽ നിന്ന് എഫ് കണ്ടുപിടിക്കണം. ഓക്കെ, 120 ഇൻറ്റു എഫ് ഡിവൈഡഡ് ബൈ പി. അപ്പൊ എഫ് എങ്ങനെ കണ്ടുപിടിക്കാം? എൻ എസ് ഇൻറ്റു പി. പി ഇപ്പുറത്തോട്ട് പോകും, 120 താഴോട്ട് വരും. പി ന്യൂമറേറ്ററിലോട്ടും 120 താഴോട്ടും വരും. അപ്പൊ ഫ്രീക്വൻസി എന്തായിരിക്കും? ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ എൻ എസ് ഇൻറ്റു പി ഡിവൈഡഡ് ബൈ 120. ഓക്കെ, എൻ എസ് ഇൻറ്റു പി ഡിവൈഡഡ് ബൈ 120. അപ്പോ റോട്ടാർ ഫ്രീക്വൻസി കണ്ടുപിടിക്കാം. ഓക്കെ, ഇത് നോർമൽ ഫ്രീക്വൻസി ആണ്, അല്ലെങ്കിൽ സപ്ലൈ ഫ്രീക്വൻസി ആണ് ഈ ഫോർമുല ഉപയോഗിച്ച് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇനി റോട്ടറിന്റെ ഫ്രീക്വൻസി കണ്ടുപിടിക്കുമ്പം എൻ എസിന് പകരം എന്തിട്ട് കൊടുക്കാം? എൻ എസിന് പകരം സ്ലിപ്പ് സ്പീഡ് ഇട്ട് കൊടുക്കാം. അപ്പം റോട്ടറിന്റെ ഫ്രീക്വൻസി എഫ് ആർ എന്നാണ് റീപ്രസെന്റ് ചെയ്യുന്നത്. റോട്ടറിന്റെ ഫ്രീക്വൻസി എഫ് ആർ എന്നാണ് റീപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ എഫ് ആറിനെ എങ്ങനെ എടുക്കാം? എൻ എസ് മൈനസ് എൻ ഇൻറ്റു പി ബൈ 120. എൻ എസിന് പകരം എൻ എസ് മൈനസ് എൻ ഇട്ട് കൊടുക്കാം. അപ്പൊ എൻ എസ് മൈനസ് എൻ ഇൻറ്റു പി ബൈ 120. ഓക്കെ, ഇനി എൻ എസ് മൈനസ് എൻ എന്തായിരിക്കും? നമുക്ക് ജസ്റ്റ് ആ സ്ലിപ്പിന്റെ ഇക്വേഷൻ ഒന്ന് എഴുതി നോക്കാം. എസ് ഈസ് ഈക്വൽ ടു എൻ എസ് മൈനസ് എൻ ബൈ എൻ എസ്. ഇതാണ് സ്ലിപ്പിന്റെ ഇക്വേഷൻ. ഇതിൽ നിന്ന് ഞാൻ ഈ എൻ എസിനെ ഇപ്പുറത്തോട്ട് സ്ലിപ്പിന്റെ അടുപ്പിച്ച് കൊണ്ടുപോവാണ്. അപ്പൊ ഇക്വേഷൻ എങ്ങനെ മാറും? എസ് ഇൻറ്റു എൻ എസ്. എസ് ഇൻറ്റു എൻ എസ് ഈസ് ഈക്വൽ ടു എന്ത് വരും? എൻ എസ് മൈനസ് എൻ എന്ന് വരും. സോ നമുക്കിവിടെയുള്ളത് എൻ എസ് മൈനസ് എൻ. ആ എൻ എസ് മൈനസ് എന്നിന് എന്ത് ഇട്ട് കൊടുക്കാം? എസ് ഇൻറ്റു എൻ എസ് ഇട്ട് കൊടുക്കാം. അപ്പൊ ഈ ഇക്വേഷൻ എങ്ങനെ മാറും? എസ് ഇൻറ്റു എൻ എസ് ഇൻറ്റു പി ബൈ 120 അല്ലെ? എസ് ഇൻറ്റു എൻ എസ് ഇൻറ്റു പി ബൈ 120. പക്ഷേ എൻ എസ് ഇൻറ്റു പി ബൈ 120 എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ ഫ്രീക്വൻസി അല്ലെങ്കിൽ സപ്ലൈ ഫ്രീക്വൻസി. സോ എഫ് ആർ എങ്ങനെ എഴുതാം? ഫ്രീക്വൻസി ഓഫ് റോട്ടാർ സർക്യൂട്ട് എസ് ഇൻറ്റു എഫ്. ഓക്കെ, എസ് ഇൻറ്റു എഫ്, അതാണ് ഫ്രീക്വൻസി ഓഫ് റോട്ടാർ സർക്യൂട്ട്. അടുത്ത ഈ ഫോർമുലയും ഒന്ന് ഓർമ്മിച്ച് വെക്കുക. എഫ് ആർ ഈസ് ഈക്വൽ ടു എസ് ഇൻറ്റു എഫ്. എസ് എന്ന് പറയുന്ന സ്ലിപ്പ്, എഫ് എന്ന് പറയുന്നത് സപ്ലൈ ഫ്രീക്വൻസി.
ഇനി സ്റ്റാൻഡ് സ്റ്റിൽ കണ്ടീഷൻ അല്ലെങ്കിൽ അറ്റ് ദ ടൈം ഓഫ് സ്റ്റാർട്ടിങ് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു സ്ലിപ്പിന്റെ വാല്യൂ 1 ആണ്. അപ്പൊ മെഷീൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സ്ലിപ്പ് 1ഉം സ്ലിപ്പ് 1 ഇട്ട് കൊടുക്കുമ്പോൾ ഈക്വേഷൻ എങ്ങനെ മാറും? എഫ് ആർ ഈസ് ഈക്വൽ ടു എഫ് എന്ന് മാറും. ഓക്കെ, എഫ് ആർ ഈസ് ഈക്വൽ ടു എഫ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോ ഇതാണ് ഫ്രീക്വൻസി ഓഫ് റോട്ടാർ സർക്യൂട്ട് ആൻഡ് ഫ്രീക്വൻസി ഓഫ് റോട്ടാർ സർക്യൂട്ട് അറ്റ് ദ ടൈം ഓഫ് സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ അറ്റ് ദ ടൈം ഓഫ് സ്റ്റാൻഡ് സ്റ്റിൽ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പവർ ഫ്ലോ, ഇൻഡക്ഷൻ മോട്ടോറിലെ പവർ ഫ്ലോ എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. ഇവിടെ സ്റ്റേറ്ററിലോട്ട് 3 ഫേസ് സപ്ലൈ ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഇൻപുട്ട് പവർ നമ്മൾ സ്റ്റേറ്ററിലോട്ട് കൊടുക്കുന്നു. ഇൻപുട്ട് പവറിനെ പി ഇൻ എന്ന് എടുക്കുന്നു, അതായത് നെറ്റ് ഇലക്ട്രിക്കൽ ഇൻപുട്ട്. നമ്മൾ സ്റ്റേറ്ററിലോട്ട് പവർ കൊടുക്കുമ്പം കുറച്ച് സ്റ്റേറ്റർ ലോസസ് ആയിട്ട് കുറച്ച് പവർ അങ്ങോട്ട് പോകും, ലോസ് ആയിട്ട് പോകും. സ്റ്റേറ്ററിൽ തന്നെ ലോസസ് ആയിട്ട് അങ്ങ് പോകും. ബാക്കി അവൈലബിൾ ആയിരിക്കുന്ന പവറിനെ, അതായത് ഇൻപുട്ട് കൊടുക്കുമ്പോഴത്തേക്കും കുറച്ച് ലോസ്, അതായത് സ്റ്റേറ്റർ കോപ്പർ ലോസ് ഒക്കെ സംഭവിക്കും. അങ്ങനെ കുറച്ച് ലോസ് ആയിട്ട് പോയിട്ട് ബാക്കിയുള്ള പവറിനെ മാത്രമേ നമുക്ക് റോട്ടറിലോട്ട് ഇൻപുട്ട് ആയിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ സ്റ്റേറ്ററിൽ ഇൻപുട്ട് കൊടുക്കുന്നു, സ്റ്റേറ്റർ ലോസസ് പോയിട്ട് ബാക്കിയുള്ള പവറിനെ എങ്ങനെയാ എടുക്കുന്നത്? P2 എന്ന് പറഞ്ഞെടുക്കുന്നു. P2 എന്ന് പറയുന്നത് റോട്ടറിലോട്ട് കൊടുക്കുന്ന ഇൻപുട്ട് അഥവാ സ്റ്റേറ്ററിൽ കിട്ടുന്ന ഔട്ട്പുട്ട്, അതെടുത്തിട്ടാണ് നമ്മൾ റോട്ടറിലോട്ട് കൊടുക്കുന്നത്. അപ്പൊ P2 എന്താ? റോട്ടറിലോട്ട് കൊടുക്കുന്ന ഇൻപുട്ട് ആണ് P2. റോട്ടറിൽ ഇൻപുട്ട് കൊടുക്കുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും കോപ്പർ ലോസസ് ഒക്കെ സംഭവിക്കും. ഓക്കെ, റോട്ടറില് കോപ്പർ ലോസസ് സംഭവിക്കും. ആ ലോസസ് പോയിട്ട് ബാക്കി വരുന്ന പവർ ആണ് PM എന്ന് വെച്ചാൽ ഗ്രോസ് മെക്കാനിക്കൽ പവർ ഡെവലപ്ഡ് ഇൻ ദ റോട്ടർ. ഗ്രോസ് മെക്കാനിക്കൽ പവർ ഡെവലപ്ഡ് ഇൻ ദ റോട്ടർ എന്താണ്? PM. ഓക്കെ, അപ്പൊ റോട്ടറിൽ പവർ ഡെവലപ്പ് ചെയ്തു. റോട്ടർ എന്ത് ചെയ്യും? പതിയെ റൊട്ടേറ്റ് ചെയ്യും. റോട്ടർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ റൊട്ടേഷണൽ ലോസസ് സംഭവിക്കും അല്ലെ? അപ്പൊ ഇനി വരുന്ന ലോസസ് എന്താണ്? മെക്കാനിക്കൽ ലോസസ്. മെക്കാനിക്കൽ ലോസസിൽ ഫ്രിക്ഷൻ ലോസും വിൻഡേജ് ലോസും വരും. മെക്കാനിക്കൽ ലോസസ് എന്ന് പറയുമ്പോൾ ഫ്രിക്ഷൻ ലോസും, അതായത് ലോസസ് ഡ്യൂ ടു ഫ്രിക്ഷനും ലോസസ് ഡ്യൂ ടു വിൻഡേജ് ലോസും, അത് കമ്പൈൻ ചെയ്ത് വരുന്നതാണ് മെക്കാനിക്കൽ ലോസ്. അപ്പൊ മെക്കാനിക്കൽ ലോസ് പോയിട്ട് ബാക്കിയുള്ള പവറേ നമുക്ക് ഷാഫ്റ്റില് അവൈലബിൾ ആയിട്ട് വരുള്ളൂ. അതിനെ നമുക്ക് പി ഔട്ട് എന്ന് പറഞ്ഞെടുക്കാം. അപ്പൊ യൂസ്ഫുൾ പവർ അല്ലെങ്കിൽ ഷാഫ്റ്റ് പവർ എന്താണ്? പി ഔട്ട്. ഇതാണ് പവർ ഫ്ലോ. ഇതൊന്ന് ഓർമ്മിച്ച് വെക്കണേ. ഇൻപുട്ട് പവർ കൊടുക്കുന്നു, സ്റ്റേറ്ററിൽ ലോസസ് ഉണ്ട്, അതായത് സ്റ്റേറ്റർ കോപ്പർ ലോസും അയൺ ലോസും ഒക്കെയാണ് സ്റ്റേറ്റർ ലോസ് ആയിട്ട് എടുക്കുന്നത്. ബാക്കി വരുന്ന പവറെ നമ്മൾ റോട്ടറിലോട്ട് ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നുള്ളൂ. അതിനെ റോട്ടർ ഇൻപുട്ട് P2 എന്ന് പറഞ്ഞ് എടുക്കുന്നു. റോട്ടറിലോട്ട് ഇൻപുട്ട് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കോപ്പർ ലോസസ് ഒക്കറാവുന്നു. റോട്ടറിലുള്ള അയൺ ലോസിനെ നമ്മൾ എടുക്കുന്നില്ല, നെഗ്ലക്റ്റ് ചെയ്ത. പൊതുവെ റോട്ടറിൽ ഒക്കറാവുന്ന അയൺ ലോസിനെ നെഗ്ലക്ട് ചെയ്യും. അപ്പൊ കോപ്പർ ലോസ് പോയിട്ട് ബാക്കി അവൈലബിൾ ആയിരിക്കുന്നതാണ് ഗ്രോസ് മെക്കാനിക്കൽ പവർ ഡെവലപ്പ്. മെക്കാനിക്കൽ പവർ റോട്ടർ ഡെവലപ്പ് ചെയ്യുമ്പോഴത്തേക്കും റോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്നു, അപ്പോഴത്തേക്കും മെക്കാനിക്കൽ ലോസസ് ഒക്കറാവുന്നു. അപ്പൊ മെക്കാനിക്കൽ ലോസസ് പോയിട്ട് ബാക്കിയുള്ള പവർ മാത്രമേ നമുക്ക് ഷാഫ്റ്റിൽ കിട്ടുന്നുള്ളൂ. അതിനാണ് ഷാഫ്റ്റ് പവർ പി ഔട്ട് എന്ന് പറഞ്ഞ് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ P2 നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? P2 ഇൻപുട്ട് പവർ ടു റോട്ടർ. ഇൻപുട്ട് പവറിൽ നിന്ന് സ്റ്റേറ്റർ ലോസസ് മൈനസ് ചെയ്യുമ്പോൾ പി ഇൻ മൈനസ് സ്റ്റേറ്റർ ലോസ് ആണ് P2. PM എങ്ങനെ കിട്ടും? P2 മൈനസ് കോപ്പർ ലോസ് PC. P2 മൈനസ് PC ആണ് PM. കേട്ടോ, P2 മൈനസ് PC ആണ് PM. ഇനി അടുത്ത് പി ഔട്ട് എങ്ങനെ കിട്ടും? പി ഔട്ടിനെ എങ്ങനെ എഴുതാം? PM ൽ നിന്ന് മെക്കാനിക്കൽ ലോസസ് മൈനസ് ചെയ്യണം. PM ൽ നിന്ന് മെക്കാനിക്കൽ ലോസസ് മൈനസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? പി ഔട്ട് കിട്ടും. ഇനി മോട്ടറിന്റെ എഫിഷ്യൻസി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? പി ഔട്ട് ഡിവൈഡ് ബൈ പി ഇൻ ഇൻറ്റു 100%. അതാണ് മോട്ടറിന്റെ എഫിഷ്യൻസി. അതുപോലെ തന്നെ റോട്ടറിന്റെ എഫിഷ്യൻസി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. റോട്ടറിന്റെ എഫിഷ്യൻസി ആണ് ചോദിക്കുന്നുവെങ്കിൽ ഇൻപുട്ട് പവറിന് നമ്മൾ P2 എന്നാണ് എടുക്കേണ്ടത്. മോട്ടറിന്റെ ആണ് ചോദിക്കുന്നുവെങ്കിൽ പി ഇൻപുട്ട് പവർ പിന്നും, റോട്ടറിന്റെ ആണ് ചോദിക്കുന്നുവെങ്കിൽ ഇൻപുട്ട് പവർ ആയിട്ട് P2മാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇനി ഇൻപുട്ട് പവറിന്റെ ജനറൽ ഫോർമുല എന്താ? √3 VL IL cos phi. √3 VL IL cos phi ആണ് P ഇൻപുട്ട് പവർ given to the stator. അതിന്റെ ഇക്വേഷൻ √3 VL IL cos phi. P equal to √3 VL IL cos phi. P2 എങ്ങനെ കണ്ടുപിടിക്കും? ഞാൻ നേരത്തെ പറഞ്ഞു. P2 എങ്ങനെ കണ്ടുപിടിക്കും? P ൽ നിന്ന് സ്റ്റേറ്റർ ലോസസ് മൈനസ് ചെയ്യാം.
സ്റ്റേറ്റർ ലോസ് എന്ന് പറയുമ്പോൾ സ്റ്റേറ്ററിൽ വരുന്ന അയൺ ലോസും കോപ്പർ ലോസും. ഓക്കെ, അടുത്ത് പി എം. പി എം എങ്ങനെ കിട്ടുന്നു? P2 ൽ നിന്ന് റോട്ടാർ ലോസസ്, റോട്ടാർ കോപ്പർ ലോസസ് മൈനസ് ചെയ്യുമ്പോൾ പി എം കിട്ടും. ഓക്കെ, ഇനി പി സി ഉണ്ട്. പി സി എന്ന് പറയുന്നത് കോപ്പർ ലോസ് ആണ്. ആൻഡ് പി സിയെ നമുക്ക് എങ്ങനെ എഴുതാം? പി സിയെ എങ്ങനെ എഴുതാം? P2 ൽ നിന്ന് പി എമ്മിനെ മൈനസ് ചെയ്താൽ പി സി കിട്ടും അല്ലെ? പി സി എന്ന് പറയുന്ന മിഡിലുള്ളതാണ്. അപ്പൊ P2 മൈനസ് പി എം ആണ് പി സി എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. ഇനി P2 ഞാൻ പറഞ്ഞു പവർ ഡെവലപ്ഡ് ഇൻ ദി റോട്ടർ, അല്ലെങ്കിൽ പവർ ഡെവലപ്ഡ് അല്ല, ഇൻപുട്ട് പവർ ഗിവൺ ടു ദി റോട്ടർ ആണ് P2. പവറിന്റെ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് P ഈസ് ഈക്വൽ ടു, ഇതൊന്ന് ഓർമ്മിച്ചു വെക്കണേ, പവറിന്റെ ഇക്വേഷൻ വിത്ത് റെസ്പെക്ട് ടു ടോർക്ക്, 2 pi n t divided by 60. 2 pi n t divided by 60 ആണ് പവറിന്റെ ഇക്വേഷൻ. n എന്ന് പറയുന്നത് സ്പീഡ്, t എന്ന് പറയുന്ന ടോർക്ക്, p എന്ന് പറയുന്നത് പവർ. ഇനി പവർ ഇൻപുട്ട് ഗിവൺ ടു ദ റോട്ടർ, റോട്ടറിലോട്ട് ഇൻപുട്ട് പവർ കൊടുക്കുമ്പോഴത്തേക്കും ഏത് സ്പീഡായിരിക്കും എടുക്കേണ്ടത്? സ്റ്റേറ്ററിന്റെ ആ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്പീഡാണ് എടുക്കേണ്ടത്. ആ സമയത്തുള്ള ടോർക്ക് എന്ന് പറയുന്നത് ഗ്രോസ് ടോർക്ക്, TG, ഗ്രോസ് ടോർക്ക് ആണ് എടുക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സ്റ്റേജിൽ ഉണ്ടായിരുന്നു മെക്കാനിക്കൽ പവർ ഡെവലപ്ഡ് ഇൻ ദ റോട്ടർ. പി എം ഉണ്ടല്ലോ, പി എം ഞാൻ എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞേ? P2 മൈനസ് പി സി, P2 മൈനസ് കോപ്പർ ലോസിനെയാണ് പി എം എന്ന് പറഞ്ഞ് കിട്ടുന്നത് അല്ലെ? അപ്പൊ പി എം ഇൻ ടേംസ് ഓഫ് ടോർക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? 2 pi n tg by 60. എന്തുകൊണ്ട് നമ്മൾ ഇവിടെ n എടുക്കുന്നു? മെക്കാനിക്കൽ പവർ ഡെവലപ്ഡ് ഇൻ ദ റോട്ടർ ആണ്. ഇത് റോട്ടറിലോട്ട് കൊടുക്കുന്ന ഇൻപുട്ട് പവർ. അപ്പൊ റോട്ടർ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങിയില്ല. അപ്പൊ ആ സ്പീഡ് ഏതാ? ns ആണ്. അതേസമയം മെക്കാനിക്കൽ പവർ ഡെവലപ്ഡ് ഇൻ ദ റോട്ടർ എടുക്കുമ്പോഴത്തേക്കും ഏത് സ്പീഡ് എടുക്കണം? n എന്ന് പറയുന്ന സ്പീഡാണ് എടുക്കേണ്ടത്. അപ്പൊ വീണ്ടും ഞാൻ പവർ ഇക്വേഷനിൽ പോന്നു. പി സി എന്ന് പറയുന്നത് P2 മൈനസ് പി എം എന്ന് എടുത്തു. P2 മൈനസ് പി എം. P2 എന്ന് പറയുന്നത് 2 pi ns tg by 60യും മറ്റത് 2 pi n tg by 60യുമാണ്. ഈ രണ്ട് ടേമില് 2 pi tg by 60 കോമൺ ആണല്ലോ. അത് പുറത്തെടുത്താൽ ബാക്കി വരുന്നത് എന്താ? ns മൈനസ് n ആണ്. ബാക്കി വരുന്നത് ns മൈനസ് n ആണ്. അപ്പോ അടുത്ത് നമ്മൾ ചെയ്യുന്നത് പി സി, കോപ്പർ ലോസ് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് പവർ, ആ റേഷ്യോ എടുക്കുകയാണ്. പി സി നമ്മളിപ്പോ ഇവിടെ കണ്ടുപിടിച്ചത് എന്താ? 2 pi tg by 60 into ns മൈനസ്, അതാണ് പി സി. P2 എന്താ? 2 pi ns tg by 60. ഇത് രണ്ടും കൂടെ നമ്മൾ റേഷ്യോ എടുക്കും. റേഷ്യോ എടുക്കുമ്പോഴത്തേക്കും ആ 2 pi tg ഡിവൈഡഡ് ബൈ 60യും 2 pi tg by 60യും ക്യാൻസൽ ഔട്ട് ആവും. ബാക്കി നമുക്ക് എന്ത് കിട്ടും? ns മൈനസ് n ബൈ ns. പക്ഷേ ns മൈനസ് n ബൈ ns എന്താ? സ്ലിപ്പാണ്. പി സി ബൈ P2 എന്ന് പറയുന്നത് എന്തെന്ന് കിട്ടും? ഇതിന്റെ ലെഫ്റ്റിൽ കിടക്കുന്ന പി സി ബൈ P2 ആണ്. പി സി ബൈ P2 എന്താണ്? സ്ലിപ്പാണ്. അപ്പൊ പി സിയും ഈ എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് നമുക്ക് ഒരു ഇക്വേഷൻ എങ്ങനെ എഴുതാം? പി സി ഈസ് ഈക്വൽ ടു സ്ലിപ്പ് ടൈംസ് P2. പി സി, കോപ്പർ ലോസ്, ഈസ് ഈക്വൽ ടു സ്ലിപ്പ് ഇൻറ്റു ഇൻപുട്ട് പവർ ടു ദി റോട്ടർ. ഇനി മെക്കാനിക്കൽ പവർ ഡെവലപ്ഡ് ഇൻ ദ റോട്ടർ. പി എമ്മിനെ നമുക്ക് എങ്ങനെ എഴുതാം? പി എം ഈസ് P2 മൈനസ് പി സി. പി എം ഈക്വൽ ടു P2 മൈനസ് പി സി. പക്ഷെ പി സി എന്താ? പി സി ഈസ് ഈക്വൽ ടു എസ് ഇൻറ്റു P2. പി സി ഈസ് ഈക്വൽ ടു എസ് ഇൻറ്റു P2. അതിന് ഇങ്ങോട്ട് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. P2 മൈനസ് എസ് ഇൻറ്റു P2 എന്ന് കിട്ടും. രണ്ട് P2 കോമൺ ആയിട്ടുണ്ട്. പുറത്തെടുത്താൽ പി എം ഈസ് ഈക്വൽ ടു 1 മൈനസ് എസ് ഇൻറ്റു P2. അപ്പോ പി സി ഈസ് ഈക്വൽ ടു എസ് ഇൻറ്റു P2. ഇത് ചിലപ്പോൾ പ്രോബ്ലം ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഫോർമുലയും ചോദിക്കാം. പി സി ഈസ് ഈക്വൽ ടു എസ് ഇൻറ്റു P2, പി എം ഈസ് ഈക്വൽ ടു 1 മൈനസ് എസ് ഇൻറ്റു P2. ഈ രണ്ട് ഫോർമുല ഓർത്ത് വയ്ക്കാം. പി സി ഈസ് ഈക്വൽ ടു എസ് ഇൻറ്റു P2, പി എം ഈക്വൽ ടു 1 മൈനസ് എസ് ഇൻറ്റു P2. ഓക്കെ, ഇനി നമുക്ക് ഈ മൂന്നും തമ്മിൽ ലിങ്ക് ചെയ്യുന്ന റിലേഷൻ നമുക്ക് നോക്കാം. പി സി P2 പി എം, പി സി P2 പി എം. പി സി ബൈ P2 എന്ന് പറയുന്നത് എസ് ആണ്. പി എം ബൈ P2 എന്ന് പറയുന്നത് 1 ബൈ എസ് ആണ്. അപ്പൊ നമുക്ക് ഈ മൂന്നും കൂടെ ഒരുമിച്ച് എങ്ങനെ റിലേറ്റ് ചെയ്യാം? പി സി P2 ഈസ് ടു പി സി ഈസ് ടു പി എം, 1 ഈസ് ടു എസ് ഈസ് ടു 1 മൈനസ് എസ്. കേട്ടോ, P2 ഈസ് ടു പി സി എന്ന് പറയുന്നത് 1 ബൈ എസ്. P2 ഈസ് ടു പി സി എന്ന് പറയുന്നത് 1 ബൈ എസ്.
ആൻഡ് പി സി ഈസ് ടു പി എം എന്ന് പറയുന്നത് എസ് ബൈ 1 ബൈ എസ്. അപ്പൊ ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ പി ടു ഈസ് ടു പി സി ഈസ് ടു പി എം എന്ന് പറയുന്നത് 1 ഈസ് ടു എസ് ഈസ് ടു 1 മൈനസ് എസ്. ഈ ഒരു റേഷ്യോ കൂടെ ഒന്ന് ഓർമ്മിച്ച് വെക്കുക. ഇത് നോർമലി പറയുന്നതാണ് പവർ റേഷ്യോസ് എന്ന് പറയും. പി ടു ഈസ് ടു പി സി ഈസ് ടു പി എം ഈക്വൽ ടു 1 ഈസ് ടു എസ് ഈസ് ടു 1 മൈനസ് എസ്. ഇതാണ് പവർ റിലേഷൻസ്. ഓക്കെ, അപ്പൊ പി സി ഈക്വൽ ടു എസ് ഇൻറ്റു പി ടു, PM equal to 1 minus S into P2, P2 is to PC is to PM എന്ന് പറയുന്നത് 1 is to S is to 1 minus S. 1 is to S is to 1 minus S. ഇതാണ് പവർ റിലേഷൻസ് ഇൻ 3-phase ഇൻഡക്ഷൻ മോട്ടോർ. അടുത്ത് വരുന്നത് ഡബിൾ സ്ക്വയറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടറാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഇൻഡക്ഷൻ മോട്ടറിന് സ്റ്റാർട്ടിംഗ് ടോർക്ക് ഒരല്പം കുറവാണ് എന്നാണ് പറഞ്ഞത് അല്ലെ. ഇൻഡക്ഷൻ മോട്ടറിന്റെ സ്റ്റാർട്ടിംഗ് ടോർക്ക് ഒരല്പം കുറവാണ്. അപ്പോഴത്തേക്കും ഈ സ്റ്റാർട്ടിംഗ് ടോർക്ക് നമുക്ക് ഇംപ്രൂവ് ചെയ്യണം അല്ലെ. അപ്പൊ സ്റ്റാർട്ടിംഗ് ടോർക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യണം എന്നും പറഞ്ഞു. ഇപ്പോ ഡബിൾ സ്ക്വയറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടോർ യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാല് ഈ ഒരു ഇംപ്രൂവ്ഡ് സ്റ്റാർട്ടിംഗ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യാനും ഈ 3-phase നോർമൽ ഇൻഡക്ഷൻ മോട്ടോർ ഉണ്ടല്ലോ അതിന്റെ ഡ്രോബാക്സ് എലിമിനേറ്റ് ചെയ്യാനുമാണ് ഡബിൾ സ്ക്വയറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടോർ, അല്ലെങ്കിൽ സിംപ്ലി നമ്മൾ ഇതിനെ ഡബിൾ കേജ് ഇൻഡക്ഷൻ മോട്ടോർ എന്നായിരിക്കും പറയുന്നത് കേട്ടോ. ഡബിൾ സ്ക്വയറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടോർ അല്ലെങ്കിൽ ഡബിൾ കേജ് ഇൻഡക്ഷൻ മോട്ടോർ എന്നാണ് പറയുന്നത്. പേരിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഡബിൾ കേജ്. ഡബിൾ കേജ് എന്ന് പറയുമ്പോഴത്തേക്കും എന്തായിരിക്കും, 2 കേജുകൾ ഉണ്ട്. 2 കേജുകളായിരിക്കും ഈ ഇൻഡക്ഷൻ മോട്ടോറിന് ഉണ്ടാവുന്നത്. അപ്പൊ അത് എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെയുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഡബിൾ കേജ് സ്ക്വയറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടോറിന് 2 കേജസ് ഉണ്ടായിരിക്കും. 2 കേജ് എന്ന് പറയുമ്പോൾ ഒന്ന് ഔട്ടർ കേജും ഒന്ന് ഇന്നർ കേജും. ഓക്കെ, ഒന്ന് ഔട്ടർ കേജും ഒന്ന് ഇന്നർ കേജും. ഇനി ഔട്ടർ കേജ് എങ്ങനെയാണ്, അതിന്റെ ഫംഗ്ഷൻ എന്താണ് ഔട്ടർ കേജ് ചെയ്യുന്നത്, ഇന്നർ കേജ് എന്താണ്, അതിന്റെ ഫംഗ്ഷൻ എന്താണ് എന്നുള്ളത് നോക്കാം. ഓക്കെ, ഔട്ടർ കേജില് ബാർസ് ഉണ്ടായിരിക്കും. നമ്മൾ പറഞ്ഞു കണ്ടക്ടേഴ്സ് ബാർസ് ആയിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഔട്ടർ കേജിലുള്ള ബാർസിന്റെ റെസിസ്റ്റൻസ് വെരി ഹൈ ആയിരിക്കും, അല്ലെങ്കിൽ ഹൈ റെസിസ്റ്റൻസ് മെറ്റൽ കൊണ്ടായിരിക്കും ഔട്ടർ കേജ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതേ സമയത്ത് ഇന്നർ കേജ് എന്ന് പറയുന്നത് ലോ റെസിസ്റ്റൻസ് കോപ്പർ ബാർസ് യൂസ് ചെയ്തിട്ടാണ് ഇന്നർ കേജ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോ ഔട്ടർ കേജിന്റെ റെസിസ്റ്റൻസ് കൂടുതലും പക്ഷേ റിയാക്ടൻസ് ടു റെസിസ്റ്റൻസ് റേഷ്യോ കുറവുമാണ്. ഇന്നർ കേജ് എടുക്കുവാണെങ്കിൽ ഇന്നർ കേജിന്റെ റെസിസ്റ്റൻസ് കുറവാണ്. ഓക്കെ, ഇന്നർ കേജിന്റെ റെസിസ്റ്റൻസ് കുറവാണ്. അപ്പൊ ഔട്ടർ കേജ് സ്റ്റാർട്ടിംഗ് സമയത്ത് മാക്സിമം ടോർക്ക് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, മാക്സിമം സ്റ്റാർട്ടിംഗ് ടോർക്ക് ആയിരിക്കും ഔട്ടർ കേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഔട്ടർ കേജിന് റെസിസ്റ്റൻസ് കൂടുതലാണ്, ഇന്നർ കേജിന്റെ റെസിസ്റ്റൻസ് കുറവാണ്. അപ്പം സ്റ്റാർട്ടിംഗ് സമയത്ത് ചെറിയൊരു കറണ്ട് ഇന്നർ കേജ് വഴിയായിരിക്കും ഫ്ലോ ചെയ്യുന്നത്. ഇനി ഇന്നർ കേജിന്റെ റിയാക്ടൻസ് എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇന്നർ കേജിന്റെ റിയാക്ടൻസ് എന്ന് പറയുന്നത് XL 2πf × L ആണ് റിയാക്ടൻസ് ഓഫ് ദ ഇന്നർ കേജ്. അപ്പോ അതിന്റെ ഇംപിഡൻസും കൂടുതലായിരിക്കും കേട്ടോ, ഇംപിഡൻസും കൂടുതലായിരിക്കും. അത് കാരണം സ്റ്റാർട്ടിംഗ് സമയത്ത് ചെറിയൊരു കറണ്ട് ആയിരിക്കും അതുവഴി ഫ്ലോ ചെയ്യുന്നത്. കൂടുതലായിട്ട് സ്റ്റാർട്ടിംഗ് കറണ്ട് ഔട്ടർ കേജിലോട്ടായിരിക്കും ഫ്ലോ ചെയ്യുന്നത്. അതിന് ഹൈ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ പോലും നമ്മള് ഔട്ടർ കേജിന്റെ റെസിസ്റ്റൻസ് കൂടുതലാണെന്ന് പറഞ്ഞു. പക്ഷേ മോസ്റ്റ് ഓഫ് ദി സ്റ്റാർട്ടിംഗ് കറണ്ട് ഔട്ടർ കേജിലായിരിക്കും കൺഫൈൻ ചെയ്യുന്നത്. അത് കാരണം ഈ ഹൈ റെസിസ്റ്റൻസ് ഔട്ടർ കേജിൽ ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്ക് ആയിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത്. സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് റോട്ടർ EMFന്റെ ഫ്രീക്വൻസി കുറയും. അപ്പൊ അത് കാരണം റിയാക്ടൻസും ഇംപിഡൻസും ഇന്നർ കേജിലോട്ട് വരുമ്പോഴത്തേക്കും റിയാക്ടൻസും ഇംപിഡൻസും കുറയും, വളരെ ചെറുതായിരിക്കും നോർമൽ റണ്ണിങ് കണ്ടീഷൻ എത്തുമ്പോഴത്തേക്കും. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ കറണ്ട് പിന്നീട് എന്ത് ചെയ്യുന്നു, റണ്ണിങ് കണ്ടീഷനിൽ ഏത് വഴിയായിരിക്കും കൂടുതൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നത്, ഇന്നർ കേജ് വഴിയായിരിക്കും കൂടുതൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നത്.
ഓക്കെ, അപ്പം സ്റ്റാർട്ടിംഗ് കണ്ടീഷനിൽ ഔട്ടർ കേജ് വഴിയായിരിക്കും കൂടുതൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നത്, റണ്ണിങ് കണ്ടീഷനിൽ ഇന്നർ കേജ് വഴിയായിരിക്കും കൂടുതൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ആ സമയത്ത് മോട്ടറിന്റെ മോസ്റ്റ് ഓഫ് ദി ടോർക്ക് ഡെവലപ്പ് ചെയ്യുന്നത് എവിടെയായിരിക്കും? ഇന്നർ കേജിലായിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഒരു സിംഗിൾ മെഷീൻ യൂസ് ചെയ്ത് തന്നെ നോർമൽ 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടറിന്റെ ഡ്രോബാക്സ് മൊത്തം നമുക്കിവിടെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോ നമ്മള് സ്ക്വയർ ഗേജ് ഇൻഡക്ഷൻ മോട്ടറിന്റെ മെയിൻ ഒരു ഡ്രോബാക്ക് പറയുന്നത് സ്റ്റാർട്ടിംഗ് ടോർക്ക് കുറച്ച് കുറവായിരിക്കും. അത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ആഡ് ചെയ്യണം എന്ന് പറയുന്നത്. നോർമലി സ്ക്വയർ ഗേജ് ഇൻഡക്ഷൻ മോട്ടറിന്റെ സ്ക്വയർ ഗേജ് ഇൻഡക്ഷൻ മോട്ടറാണ് പറയുന്നത്. സ്ക്വയർ ഗേജ് ഇൻഡക്ഷൻ മോട്ടറിന് എക്സ്റ്റേണലി നമുക്ക് റെസിസ്റ്റൻസ് ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ സ്റ്റാർട്ടിംഗ് ടോർക്ക് കുറവായിരിക്കും, എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ആഡ് ചെയ്യാനും പറ്റില്ല. അപ്പൊ സ്റ്റാർട്ടിംഗ് ടോർക്ക് ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? റെസിസ്റ്റൻസ് കൂട്ടണം. പക്ഷെ റെസിസ്റ്റൻസ് കൂട്ടിക്കഴിഞ്ഞാൽ മോട്ടറിന്റെ എഫിഷ്യൻസി കുറയും. ഇവിടെ ആക്ച്വലി ആഡ് ചെയ്യാൻ പറ്റില്ല, എന്നാലും റെസിസ്റ്റൻസ് കൂട്ടിക്കഴിഞ്ഞാൽ മോട്ടറിന്റെ എഫിഷ്യൻസി കുറയും. നോർമൽ കണ്ടീഷനിൽ എഫിഷ്യൻസി കുറയും, കാരണം കോപ്പർ ലോസ് കൂടുതലായിരിക്കും. I²R ഉണ്ടല്ലോ, I²R ലോസസ് കൂടുതലായിരിക്കും. ഇനി വേറൊരു മെയിൻ പ്രത്യേകത അല്ലെങ്കിൽ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് സ്ക്വയർ ഗേജ് ഇൻഡക്ഷൻ മോട്ടറിന് റോട്ടർ ബാർസ് പെർമനന്റ്ലി ഷോർട്ട് സർക്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് യാതൊരു തരത്തിലും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ കൊണ്ടാണ് എന്താണ് നമുക്ക് സ്റ്റാർട്ടിംഗ് ടോർക്ക് അത്രയ്ക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റാതെ വരുന്നത്. അപ്പൊ ആ ഡ്രോബാക്ക് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡബിൾ സ്ക്വയർ ഗേജ് ഇൻഡക്ഷൻ മോട്ടർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ജനറലി പറയുകയാണെങ്കിൽ 2 കേജസ് ഉണ്ട്, ഔട്ടർ കേജും ഇന്നർ കേജും. ഔട്ടർ കേജിന്റെ റെസിസ്റ്റൻസ് കൂടുതൽ, ഇന്നർ കേജിന്റെ റെസിസ്റ്റൻസ് കുറവ്. സ്റ്റാർട്ടിംഗ് സമയത്ത് മാക്സിമം കറണ്ടും ഔട്ടർ കേജിന്റെ റെസിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ പോലും മാക്സിമം കറണ്ട് ഔട്ടർ കേജ് വഴിയായിരിക്കും ഫ്ലോ ചെയ്യുന്നത്. ഇന്നർ കേജ് വഴി ചെറിയൊരു കറണ്ട് ആയിരിക്കും സ്റ്റാർട്ടിംഗ് സമയത്ത് ഫ്ലോ ചെയ്യുന്നത്. റണ്ണിംഗ് കണ്ടീഷനിലോട്ട് നേരെ തിരിച്ചായിരിക്കും, ഇന്നർ കേജ് ആയിരിക്കും മാക്സിമം കറണ്ട് ക്യാരി ചെയ്യുന്നത്. അപ്പൊ ഇന്നർ കേജിൽ ഡെവലപ്പ് ചെയ്യുന്ന ടോർക്ക് കൂടുതലായിരിക്കും. ഓക്കെ, അപ്പം ഇതാണ് ഡബിൾ സ്ക്വയർ ഗേജ് ഇൻഡക്ഷൻ മോട്ടർ. ഇനി ചെറിയൊരു പ്രോബ്ലം നോക്കാം. കാൽക്കുലേറ്റ് ദി പെർസെന്റേജ് സ്ലിപ്പ് ഓഫ് ആൻ ഇൻഡക്ഷൻ മോട്ടർ ഹാവിംഗ് 6 പോൾസ്. അപ്പോ തന്നിരിക്കുന്ന ഡേറ്റ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. 6 പോൾസ് ആണുള്ളത്. അപ്പൊ P is equal to 6 ആണ്. വിത്ത് 50 സൈക്കിൾസ്. 50 സൈക്കിൾസ് എന്ന് പറഞ്ഞാൽ ഇത് ഫ്രീക്വൻസി ആണ്. സപ്ലൈ റൊട്ടേറ്റിംഗ് വിത്ത് 50 സൈക്കിൾ സപ്ലൈ റൊട്ടേറ്റിംഗ് വിത്ത് ആക്ച്വൽ സ്പീഡ് ഓഫ് 960 RPM. ആക്ച്വൽ സ്പീഡ് എന്ന് പറയുമ്പോഴത്തേക്കും റോട്ടറിന്റെ സ്പീഡ് N. ഇപ്പൊ ഇവിടെ സ്പീഡ് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ NS-NR എന്നാണ് എടുത്തിരിക്കുന്നത്. NS- N എന്ന് എടുത്താലും മതി. അപ്പൊ പോള് 6 ആണ്, ഫ്രീക്വൻസി 50 ആണ്, സ്പീഡ് റോട്ടറിന്റെ സ്പീഡ് N ആണ്. സ്ലിപ്പ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. സ്ലിപ്പിന്റെ ഫോർമുല എന്താ? NS-N/NS × 100. N ഉണ്ട്, NS ഇല്ല. ആദ്യം എന്ത് ചെയ്യണം? NS കണ്ടുപിടിക്കണം. NS കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താ? 120F ഡിവൈഡഡ് ബൈ ഫ്രീക്വൻസി ഉണ്ട്, പോൾസ് ഉണ്ട്. അപ്പൊ 120 × 50 ഡിവൈഡഡ് ബൈ 6 ചെയ്യുമ്പോൾ 1000 RPM കിട്ടും. ആ 1000 നേരെ എടുത്ത് എവിടെ ഇടുക? ഈ ഫോർമുലയിലോട്ട് ഇടുക. 1000 - 960 / 1000 × 100. സ്ലിപ്പ് നമുക്ക് 4% എന്ന് കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം ആണ്. ഇങ്ങനത്തെ പ്രോബ്ലംസ് ചോദിക്കാം. നെക്സ്റ്റ്, ഇവിടെ കുറച്ചധികം സബ് ഡിവിഷൻസ് ഉണ്ട്. 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടർ ഈസ് മൗണ്ട് ഫോർ 4 പോൾസ്, ഫ്രീക്വൻസി 50 ഹെർട്സ്. സിങ്ക്രോണസ് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യണം, സ്പീഡ് ഓഫ് ദ റോട്ടർ കാൽക്കുലേറ്റ് ചെയ്യണം. എപ്പോഴാ? സ്ലിപ്പ് 4% ആയിരിക്കുന്ന സമയത്ത് റോട്ടർ ഫ്രീക്വൻസിയും കാൽക്കുലേറ്റ് ചെയ്യണം. ഇതിപ്പം എല്ലാം കൂടെ ഒറ്റ ക്വസ്റ്റ്യനിൽ ഇട്ടെന്നേ ഉള്ളൂ. ഇത് പല രീതിയിൽ പല സബ് ഡിവിഷൻസ് പല ക്വസ്റ്റ്യൻസ് ആയിട്ട് തന്നെ ചോദിക്കാം. സിങ്ക്രോണസ് സ്പീഡ് ആണ് കണ്ടുപിടിക്കാൻ ചോദിക്കുന്നുവെങ്കിൽ വേറെ ഒന്നും നോക്കണ്ട, ഏത് ഇക്വേഷൻ ഇടുക? NS is equal to 120F/T എന്ന് പറയുന്ന ഇക്വേഷൻ അങ്ങ് ഇട്ട് കൊടുക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസർ കണ്ടുപിടിക്കുക. ഇവിടെ ആണെങ്കിൽ 120 × ഫ്രീക്വൻസി 50 ആണ്, പോൾ എത്രയാ? 4 ആണ്. അപ്പൊ 120 × 50/4 ചെയ്യുമ്പോൾ 1500 RPM കിട്ടും. നെക്സ്റ്റ് എന്താ ചോദിച്ചിരിക്കുന്നത്? സ്പീഡ് ഓഫ് ദ റോട്ടർ. സ്പീഡ് ഓഫ് ദ റോട്ടർ N ആണ്. Nന്റെ ഫോർമുല നമ്മൾ നേരത്തെ പറഞ്ഞു, N is equal to NS × 1 - S. NS × 1 - S. പക്ഷേ ഈ സ്ലിപ്പ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 4%. പെർസെന്റേജിൽ ആ സ്ലിപ്പ് തന്നിരിക്കുന്നത്. പക്ഷെ ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ പെർസെന്റേജിനെ നമ്മൾ കൺവേർട്ട് ചെയ്യുക. പെർസെന്റേജ് എന്ന് പറയുമ്പോൾ 4/100 ആണ്. 4/100 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0.04 എന്നായിരിക്കും കിട്ടുന്നത്. ഇനി NS ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. എത്രയാണ്? 1500. NS ഓൾറെഡി കണ്ടുപിടിച്ചു കഴിഞ്ഞു 1500.
അപ്പൊ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം 1500 ഇൻറ്റു 1 മൈനസ് എസ്, ആ ഫോമുല ഇട്ടാൽ മതി, ഡയറക്ട്ലി തന്നെ നമുക്ക് ആൻസർ കിട്ടും. നെക്സ്റ്റ് എന്താ? ഫ്രീക്വൻസി ഓഫ് റോട്ടാർ സർക്യൂട്ട്. ഫ്രീക്വൻസി ഓഫ് റോട്ടാർ സർക്യൂട്ട് ഇതിപ്പം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സൊല്യൂഷൻ ആണ് പറഞ്ഞേക്കുന്നത്. ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. എഫ് ആർ എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? എഫ് ആർ ഇസ് ഈക്വൽ ടു എസ് ഇൻറ്റു എഫ് ആർ. എഫ് ആർ ഇസ് ഈക്വൽ ടു എസ് ഇൻറ്റു എഫ് ആർ. അപ്പം സ്ലിപ്പ് നമ്മൾ ഓൾറെഡി തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം സ്ലിപ്പും ഇൻറ്റു സപ്ലൈ ഫ്രീക്വൻസി 50 ഹെർട്സ് ആണ്. സ്ലിപ്പ് എത്രയായിരുന്നു? സ്ലിപ്പ് എന്ന് പറയുന്നത് സ്ലിപ്പ് 0.04 എന്ന് ഓൾറെഡി തന്നിട്ടുണ്ടായിരുന്നല്ലോ. സ്ലിപ്പ് ഓൾറെഡി തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അല്ല, റോട്ടർ ഫ്രീക്വൻസി കണ്ടുപിടിക്കുമ്പോഴത്തേക്കും 4% അല്ല, സ്ലിപ്പ് ഇത് സെപ്പറേറ്റ് ആണ്. സോ നമുക്ക് റോട്ടർ ഫ്രീക്വൻസി എന്ന് പറയുന്നത് സ്ലിപ്പ് ഇൻറ്റു ഫ്രീക്വൻസി ആണ്. അപ്പൊ സ്ലിപ്പ് ഇൻറ്റു ഫ്രീക്വൻസി ചെയ്യുമ്പോഴത്തേക്കും സ്ലിപ്പിന്റെ ഫോമുല എന്താ? സ്ലിപ്പ് ഈസ് ഈക്വൽ ടു ns മൈനസ് n ഡിവൈഡഡ് ബൈ ns ചെയ്യണം. ns നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് 1500 ആണ്. അപ്പോ 1500 മൈനസ് n എന്ന് പറയുന്നത് 1440 ഡിവൈഡഡ് ബൈ ns എന്ന് പറയുന്നത് 1500. അപ്പൊ നമുക്ക് സ്ലിപ്പ് കിട്ടും. ആ സ്ലിപ്പിന്റെ കൂടെ ഫ്രീക്വൻസി, സപ്ലൈ ഫ്രീക്വൻസി എത്രയാണ്? 50 ഹെർട്സ് ആണ് സപ്ലൈ ഫ്രീക്വൻസി. അപ്പോൾ ആ 50 ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോഴും നമുക്ക് ഫ്രീക്വൻസി ഓഫ് റോട്ടർ സർക്യൂട്ട് കിട്ടും. ഓക്കെ, ഇങ്ങനെയാ ചെയ്യേണ്ടത്. ആക്ച്വലി ഇവിടെ നമുക്ക് 4% ഈ ഒരു പാർട്ടിന് മാത്രമേ 4% തന്നിട്ടുള്ളൂ. മൂന്നാമത്തെ പാർട്ടിന് സ്ലിപ്പ് പറഞ്ഞിട്ടില്ല, സ്ലിപ്പിന്റെ വാല്യൂ പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെയാണെങ്കിൽ സ്ലിപ്പ് നമ്മൾ കണ്ടുപിടിച്ചിട്ട് ഈ ഒരു ഇക്വേഷൻ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വരുന്നത് ഷാഫ്റ്റ് ടോർക്കും ഗ്രോസ് ടോർക്കും. നമ്മൾ നേരത്തെ തന്നെ ഗ്രോസ് ടോർക്ക് എന്താണെന്ന് പറഞ്ഞു. ടി ജി എന്താണ്, അതായത് പവർ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഗ്രോസ് ടോർക്ക് എന്താണെന്ന് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഷാഫ്റ്റ് ടോർക്ക് എന്ന് പറഞ്ഞാൽ ടോർക്ക് അവൈലബിൾ അറ്റ് ദ ഷാഫ്റ്റ് ആണ് ഷാഫ്റ്റ് ടോർക്ക്. ഷാഫ്റ്റ് ടോർക്ക് കണ്ടുപിടിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു പവർ കണ്ടുപിടിക്കേണ്ട ഫോമുല എന്താ? P is equal to 2 pi nt by 60. 2 pi nt divided by 60. ഇതാണ് പവർ കണ്ടുപിടിക്കേണ്ട ഫോമുല. ഇതിൽ നിന്നാണ് നമുക്ക് ടോർക്ക് എടുക്കേണ്ടത്. അപ്പൊ ടോർക്ക് എടുക്കുമ്പോഴത്തേക്കും എന്ത് കിട്ടും? T is equal to 60 into P divided by 2 pi n. ഇതാണ് ടോർക്കിന്റെ ഇക്വേഷൻ. ഇനി ഏതാണോ ടോർക്ക് അതിനനുസരിച്ച് പവറും സ്പീഡും നമ്മൾ അതിനനുസരിച്ചുള്ള പവറും സ്പീഡും ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ ഷാഫ്റ്റ് ടോർക്ക് എന്ന് പറയുമ്പോൾ ഏത് പവർ ആയിരിക്കും വരുന്നത്? ഷാഫ്റ്റ് എന്ന് പറയുന്നത് ഔട്ട്പുട്ടിലാണ് വരുന്നത് അല്ലെ. അപ്പൊ ഷാഫ്റ്റ് ടോർക്ക് എന്ന് പറയുമ്പോൾ ടോർക്ക് അവൈലബിൾ അറ്റ് ദ ഷാഫ്റ്റ്. ഷാഫ്റ്റ് ടോർക്ക് എടുക്കുമ്പോൾ പവർ വരുമ്പോൾ P ഔട്ടാണ് എടുക്കേണ്ടത്. ആൻഡ് അവിടെ അവൈലബിൾ ആയിരിക്കുന്ന സ്പീഡ് റോട്ടറിന്റെ സ്പീഡ് എന്നാണ്. അടുത്ത് ഗ്രോസ് ടോർക്ക്. ഗ്രോസ് ടോർക്ക് എന്ന് പറയുമ്പോൾ എപ്പോഴാണ്? മെക്കാനിക്കൽ പവർ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് അപ്പൊ ജനറേറ്റ് ചെയ്യുന്ന ടോർക്കിനെയാണ് ഗ്രോസ് ടോർക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഗ്രോസ് ടോർക്ക് എടുക്കുമ്പോഴത്തേക്കും ഏത് പവർ ആയിരിക്കും? PM ആണ് എടുക്കേണ്ടത്. അപ്പൊ PM ഡിവൈഡ് ബൈ 2 pi into n by 60. അപ്പൊ ഞാനിവിടെ 60 ഡിവൈഡഡ് ബൈ എന്ന് എടുത്തു. ഈ 60 നമുക്ക് താഴോട്ട് കൊണ്ടുവരുവാണെങ്കിൽ P by 2 pi n by 60 എന്ന് എടുക്കും. ഇനി ഷാഫ്റ്റ് ടോർക്ക് എന്ന് പറയുന്നത് ഗ്രോസ് ടോർക്ക് മൈനസ് ലോസ്റ്റ് ടോർക്ക്. കുറച്ചധികം ടോർക്ക് ലോസ് ആവും അല്ലെ. പവർ ലോസ് സംഭവിക്കുന്നത് പോലെ കുറച്ച് ലോസസ് അവിടെ ടോർക്കിൽ സംഭവിക്കും. സോ ഷാഫ്റ്റ് ടോർക്ക് എന്ന് പറയുന്നത് ഗ്രോസ് ടോർക്കിൽ നിന്ന് ലോസ്റ്റ് ടോർക്കിനെ മൈനസ് ചെയ്യുമ്പോഴത്തേക്കുമാണ് ഷാഫ്റ്റ് ടോർക്ക് കിട്ടുന്നത്. നെക്സ്റ്റ് എഫിഷ്യൻസി. എഫിഷ്യൻസി വേറൊന്നുമല്ല, റേഷ്യോ ഓഫ് ഔട്ട്പുട്ട് പവർ ഡിവൈഡഡ് ബൈ ഇൻപുട്ട് പവർ. പെർസെന്റേജിലാണ് വേണമെങ്കിൽ എന്ത് ചെയ്യണം? ഇൻറ്റു 100% ചെയ്യണം. ആൻഡ് ഇവിടെ നമ്മൾ നേരത്തെ മെഷീൻസ് ഇത് പഠിച്ചപ്പോഴത്തേക്കും കണ്ടീഷൻ ഫോർ മാക്സിമം എഫിഷ്യൻസി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ടീഷൻ ഫോർ മാക്സിമം എഫിഷ്യൻസി വേറൊന്നുമല്ല, അയൺ ലോസ് ഈസ് ഈക്വൽ ടു കോപ്പർ ലോസ് ആണ്. ട്രാൻസ്ഫോമറിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു കണ്ടീഷൻ ഫോർ മാക്സിമം എഫിഷ്യൻസി. അതേ കണ്ടീഷൻ തന്നെ ഇവിടെയും പറയുന്നുണ്ട്. വേരിയബിൾ ലോസ് ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ലോസ്. അല്ലെങ്കിൽ വേരിയബിൾ ലോസ് എന്ന് പറയുന്നത് ഏത് ലോസ് ആണ്? ഓർമ്മയുണ്ടോ? വേരിയബിൾ ലോസ് എന്ന് പറയുന്നത് കോപ്പർ ലോസ്. കോപ്പർ ലോസ് ആണ് വേരിയബിൾ ലോസ്. അയൺ ലോസ് ആണ് കോൺസ്റ്റന്റ് ലോസ്. ഓക്കെ, അയൺ ലോസ് കോൺസ്റ്റന്റ് ലോസും കോപ്പർ ലോസ് ആണ് വേരിയബിൾ ലോസ്. COPP. അതിന്റെ ഞാൻ ഷോർട്ട് ഫോം C എന്ന് ഇട്ടതാണ്.
കോപ്പർ ലോസ് ആണ് വേരിയബിൾ ലോസ്. കോപ്പർ ലോസ് എന്തുകൊണ്ടാണ് വേരിയബിൾ? കറണ്ട് വേരി ചെയ്യും ലോഡിനനുസരിച്ച്. അതുകൊണ്ട് കോപ്പർ ലോസ് വേരിയബിളും അയൺ ലോസ് കോൺസ്റ്റന്റും ആണ്. അപ്പൊ മാക്സിമം എഫിഷ്യൻസി എപ്പോഴാണ് ഓക്കർ ആവുന്നത്, അല്ലെങ്കിൽ കണ്ടീഷൻ ഫോർ മാക്സിമം എഫിഷ്യൻസി എന്താ? അയൺ ലോസ് ഈസ് ഈക്വൽ ടു കോപ്പർ ലോസ് അല്ലെങ്കിൽ വേരിയബിൾ ലോസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ലോസ്. ഇതാണ് കണ്ടീഷൻ. നെക്സ്റ്റ് ടോർക്ക് ഇക്വേഷൻ ആണ്. ഇൻഡക്ഷൻ മോട്ടോറിന്റെ ടോർക്ക് എടുക്കുമ്പോൾ ടോർക്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു എന്താണ്? ടോർക്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു ഫ്ലക്സ് ഇൻറ്റു കറണ്ട് ഇൻറ്റു പവർ ഫാക്ടർ. ടോർക്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു ഫ്ലക്സ് ഇൻറ്റു കറണ്ട് ഇൻറ്റു പവർ ഫാക്ടർ. ഓക്കെ, അപ്പം ഇതാണ് ജനറൽ ടോർക്ക് ഇക്വേഷൻ. ജനറലി നിങ്ങൾ ചോദിക്കുവാണെങ്കിൽ ഇത് ടോർക്ക് ഏതൊക്കെ ക്വാണ്ടിറ്റീസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അല്ലെങ്കിൽ ഏതിനൊക്കെ പ്രൊപ്പോർഷൻ എന്ന് ചോദിക്കുവാണെങ്കിൽ ഈ ഒരു ഇക്വേഷൻ എഴുതുക. ടോർക്ക് പ്രൊപ്പോർഷണൽ ടു ഫ്ലക്സ് ഇൻറ്റു കറണ്ട് ഇൻറ്റു പവർ ഫാക്ടർ. ആൻഡ് ഇതിനെ ഈ കറണ്ടിന്റെയും പവർ ഫാക്ടറിന്റെയും ഒക്കെ ഇക്വേഷൻസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതൊന്നും നമുക്ക് ഇവിടെ ആവശ്യമില്ല. അതുകൊണ്ട് ജനറൽ ആയിട്ടുള്ള ടോർക്ക് ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം. ടോർക്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ലിപ്പ് ഇൻറ്റു ഒരു കോൺസ്റ്റന്റ് കെ. കേട്ടോ, സ്ലിപ്പ് ഇൻറ്റു ഒരു കോൺസ്റ്റന്റ് കെ ഇൻറ്റു E2 E1 അല്ല E2 ആണ്. E2 സ്ക്വയർ. E2 എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സെക്കൻഡറി EMF അല്ലെങ്കിൽ റോട്ടാറിന്റെ EMF E2 സ്ക്വയർ R2 ബൈ R2 സ്ക്വയർ പ്ലസ് S സ്ക്വയർ X2 സ്ക്വയർ. അതായത് ടോർക്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു റോട്ടാർ കോപ്പർ ലോസ് PCU ഡിവൈഡഡ് ബൈ ഫ്രാക്ഷണൽ സ്ലിപ്പ്. ഈ ഒരു ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് വെക്കുക, പറ്റുമെങ്കിൽ ഒന്ന് ഓർമ്മിച്ച് വയ്ക്കുക. ഇനി സ്റ്റാർട്ടിംഗ് ടോർക്ക്. ഇതാണ് നമ്മുടെ ടോർക്ക് ഇക്വേഷൻ. അപ്പോ അറ്റ് ദ ടൈം ഓഫ് സ്റ്റാർട്ടിംഗ് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സ്ലിപ്പിന്റെ വാല്യൂ എന്താ? സ്ലിപ്പിന്റെ വാല്യൂ ഈസ് ഈക്വൽ ടു 1. അങ്ങനെയാണെങ്കിൽ സ്റ്റാർട്ടിംഗ് ടോർക്കിന്റെ ഇക്വേഷൻ സ്റ്റാർട്ടിംഗ് ആയതുകൊണ്ട് TST എന്ന് പറഞ്ഞ് ഞാൻ എടുക്കുവാണ്. സ്റ്റാർട്ടിംഗ് ടോർക്ക് ഈക്വൽ ടു എന്ന് പറഞ്ഞ് നമുക്ക് എങ്ങനെ എടുക്കാം? എസിന് 1 ആണ്. അപ്പം എസ് മാറ്റി ബാക്കിയുള്ള ടേംസ് മാത്രം ഇടുക. K E2 സ്ക്വയർ R2 ഡിവൈഡഡ് ബൈ R2 സ്ക്വയർ പ്ലസ് അവിടെ S സ്ക്വയർ ഉണ്ട്. S സ്ക്വയറിന്റെ വാല്യൂ 1 ആണ്, അല്ലെങ്കിൽ എസിന്റെ വാല്യൂ 1 ആണ്. അപ്പം R2 സ്ക്വയർ പ്ലസ് X2 സ്ക്വയർ. ഇതാണ് സ്റ്റാർട്ടിംഗ് ടോർക്കിന്റെ ഇക്വേഷൻ. സ്റ്റാർട്ടിംഗ് ടോർക്കിന്റെ ഇക്വേഷൻ ഇല്ല. എസിന് പകരം K E2 സ്ക്വയർ R2 ബൈ R2 സ്ക്വയർ പ്ലസ് X2 സ്ക്വയർ. ഇവിടെ ഈ കോൺസ്റ്റന്റ് K ഉണ്ടല്ലോ, Kക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്ന വാല്യൂ 3/2πns. Kക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്ന വാല്യൂ 3/2πns ആണ്. Kക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്ന കോൺസ്റ്റന്റ് K ഉണ്ടല്ലോ അതിന് ഇട്ട് കൊടുക്കുന്ന വാല്യൂ. ഓക്കെ, അപ്പം ഇവിടെ എന്ന് പറഞ്ഞാല് നമ്മൾ നേരത്തെ എടുത്ത പോലെ Kക്ക് പകരം K1 എന്ന സ്റ്റാർട്ടിംഗ് ടോർക്ക് ആയതുകൊണ്ട് വേറൊരു കോൺസ്റ്റന്റ് ആയിട്ട് കൊടുത്തേക്കുന്നത് K1 E2 I2 cos ∅2. I2 എന്ന് പറയുന്നത് E2 ബൈ Z2. Z2 എന്ന് പറയുന്ന സ്ക്വയർ റൂട്ട് ഓഫ് R2 സ്ക്വയർ പ്ലസ് X2 സ്ക്വയർ. ഈ പിന്നെ cos ∅2 എന്ന് പറയുന്ന R ബൈ Z. പവർ ഫാക്ടറിന്റെ ഫോർമുല എന്ന് പറയുന്നത് R ബൈ Z ആണ്. ഇസഡിന് വരാൻ റൂട്ട് ഓഫ് R2 സ്ക്വയർ പ്ലസ് X2 സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്, ആക്ച്വലി നമുക്ക് ഈ ഡെറിവേഷന്റെ ആവശ്യമില്ല, ജസ്റ്റ് ഫോർമുല മാത്രം മതി. അപ്പൊ ഇവിടെ TST സ്റ്റാർട്ടിംഗ് ടോർക്ക് എന്ന് പറയുന്നത് ഇതാണ്. ആണോ? ഞാൻ 8ന് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോഴ് സ്റ്റാർട്ടിംഗ് ടോർക്ക് എന്ന് പറയുന്നത് ഇതാണ്. ഈ ഒരു ഇക്വേഷൻ ഒന്ന് ഓർമ്മിച്ച് വെക്കുക. K1 E2 സ്ക്വയർ R2 ഡിവൈഡ് ബൈ R2 സ്ക്വയർ പ്ലസ് X2 സ്ക്വയർ. ഓക്കെ, ഇതാണ് സ്റ്റാർട്ടിംഗ് ടോർക്കിന്റെ ഇക്വേഷൻ. നെക്സ്റ്റ് റണ്ണിംഗ് ടോർക്ക് ആണ്. റണ്ണിംഗ് ടോർക്ക് വരുമ്പോഴത്തേക്കും ഇതേ ഫോർമുല തന്നെ വരണം. ഇതേ ഫോർമുല തന്നെ ഇട്ട് കൊടുക്കുക. കോൺസ്റ്റന്റ് K1ന്റെ വാല്യൂ 3/2πns എന്ന് ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പം റണ്ണിംഗ് ടോർക്ക് വരുമ്പോൾ സ്ലിപ്പ് കൺസിഡർ ചെയ്യണം. സ്റ്റാർട്ടിംഗ് ടോർക്ക് വരുമ്പോൾ ആ സ്ലിപ്പ് കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, ഇനി കണ്ടീഷൻ ഫോർ മാക്സിമം ടോർക്ക്. ഇതും അത്യാവശ്യമുള്ളതാണ്. മാക്സിമം സ്റ്റാർട്ടിംഗ് ടോർക്ക് എപ്പോഴാണ് കിട്ടുന്നത്? മാക്സിമം സ്റ്റാർട്ടിംഗ് ടോർക്ക് കിട്ടുന്നത് എപ്പോഴാന്ന് വെച്ചാല് സ്ലിപ്പ് എസ് എന്ന് പറയുന്നത് R2 ഡിവൈഡഡ് ബൈ X2. ഇതാണ് ഇക്വേഷൻ. ഓക്കെ, അപ്പം ടോർക്ക് വിൽ ബി മാക്സിമം അറ്റ് ദിസ് കണ്ടീഷൻ എന്ന് പറയുന്നത് S is equal to R2 by X2. അപ്പൊ മാക്സിമം ആയതുകൊണ്ട് സ്ലിപ്പിന് SM എന്ന് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പൊ SM is equal to R2 ഡിവൈഡഡ് ബൈ X2. ഇനി സ്റ്റാർട്ടിംഗ് കണ്ടീഷൻ ആണെങ്കിൽ വാട്ട് ഇസ് ദ കണ്ടീഷൻ ഫോർ മാക്സിമം സ്റ്റാർട്ടിംഗ് ടോർക്ക് എന്ന് ചോദിക്കുവാണെങ്കിൽ സ്ലിപ്പിന്റെ വാല്യൂ എന്ത് ഇട്ട് കൊടുക്കണം? സ്ലിപ്പിന്റെ വാല്യൂ 1 എന്ന് ഇട്ട് കൊടുക്കണം. ഓക്കെ, സ്ലിപ്പിന്റെ വാല്യൂ 1 എന്ന് ഇട്ട് കൊടുക്കണം. അപ്പൊ സ്ലിപ്പ് 1 ആയിരിക്കുന്ന സമയത്ത് എന്ത് വരും? 1 ഈസ് ഈക്വൽ ടു R2 ഡിവൈഡഡ് ബൈ X2 എന്ന് വരും. R2 ഡിവൈഡഡ് ബൈ X2 എന്ന് വരും. ഓക്കെ, അപ്പോ ഈ X2 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്ക് എന്ത് കിട്ടും? R2 ഈക്വൽ ടു X2 എന്ന് പറഞ്ഞ് കിട്ടും.
Okay, so this is the condition for maximum starting torque and general condition for maximum torque എന്ന് പറയുന്നത് S is equal to R2 by X2. അപ്പൊ ഈ രണ്ട് ഫോർമുലകളും ഒന്ന് ഓർമ്മിച്ച് വെക്കുക. ഇത് സ്റ്റാർട്ടിങ്ങിനാണ്, ഇത് നോർമൽ കണ്ടീഷൻ ആണ്, നോർമൽ മാക്സിമം ടോർക്ക്. ഓക്കെ, അപ്പൊ സ്റ്റാർട്ടിംഗ് ടോർക്ക് എന്ന് പറഞ്ഞാൽ ടോർക്ക് പ്രൊഡ്യൂസ്ഡ് during starting period, torque produced during starting period. Appo starting period la slip is equal to 1. So torque produced when slip is equal to 1 is called as starting torque. Maximum torque എന്ന് പറഞ്ഞാൽ torque produced when slip is equal to SM. Slip maximum ആയിരിക്കുന്ന സമയത്ത് ജനറേറ്റ് ചെയ്യപ്പെടുന്ന ടോർക്ക് ആണ് maximum torque. So torque at which S is equal to SM is called as maximum torque. Maximum torque ന് പറയുന്ന വേറെ പേരുകളാണ് ബ്രേക്ക് ഡൗൺ ടോർക്ക്, അല്ലെങ്കിൽ പുൾ ഔട്ട് ടോർക്ക്, അല്ലെങ്കിൽ സ്റ്റാളിംഗ് ടോർക്ക്. ബ്രേക്ക് ഡൗൺ ടോർക്ക് അല്ലെങ്കിൽ പുൾ ഔട്ട് ടോർക്ക് അല്ലെങ്കിൽ സ്റ്റാളിംഗ് ടോർക്ക്. So at the time of starting slip is equal to 1. Torque produced at the time of starting അതിനാണ് സ്റ്റാർട്ടിംഗ് ടോർക്ക് എന്നും, torque produced when slip S is equal to SM അതിനാണ് മാക്സിമം ടോർക്ക് എന്നും പറയുന്നത്. മാക്സിമം ടോർക്കിന് പറയുന്ന പേര് ബ്രേക്ക് ഡൗൺ ടോർക്ക് അല്ലെങ്കിൽ പുൾ ഔട്ട് ടോർക്ക് അല്ലെങ്കിൽ സ്റ്റാളിംഗ് ടോർക്ക്. ഓക്കെ, ആൻഡ് ഈ ഒരു സ്ലൈഡോട് കൂടി നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. മോട്ടറിന്റെ ടോർക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഫോർമുലാസ് ആണ് തന്നിരിക്കുന്നത്. ഔട്ട്പുട്ട് പവർ ഞാൻ നേരത്തെ പറഞ്ഞു 2π സ്പീഡ് ഇൻറ്റു ടോർക്ക് ഡിവൈഡ് ബൈ 60, ആ ഫോർമുലയാണ്. അപ്പൊ 2π ഇത് ടി, ഇത് സ്പീഡ്, സ്പീഡിനെ RPM റെവല്യൂഷൻ പെർ മിനിറ്റ് എന്ന് എടുത്തിരിക്കുന്നത്. 2π NT ഡിവൈഡഡ് ബൈ 60 ഇതാണ് ഔട്ട്പുട്ട് പവർ. ഇതിൽ നിന്ന് ടോർക്ക് കണ്ടുപിടിക്കാം. ടോർക്ക് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? ടോർക്ക് ഈസ് ഈക്വൽ ടു 60 ഇൻറ്റു ഔട്ട്പുട്ട് പവർ ഡിവൈഡഡ് ബൈ 2π ഇൻറ്റു സ്പീഡ് n. ആൻഡ് ഇവിടെ 60/2π ഉണ്ടല്ലോ, 60/2πനെയാണ് 9.55 എന്ന് എടുത്തേക്കുന്നത്. ഈ 60/2πനെയാണ് 9.55 എന്ന് എടുത്തേക്കുന്നത്. സോ ടോർക്കിന്റെ ഇക്വേഷൻ നമുക്ക് ജനറലി എഴുതുവാണെങ്കിൽ 9.55 സിംപ്ലിഫൈഡ്, ജനറലി അല്ല സിംപ്ലിഫൈഡ് എഴുതുമ്പോൾ 9.55 ഇൻറ്റു പവർ P ഡിവൈഡഡ് ബൈ സ്പീഡ് ഇൻ RPM അതായത് n. ഓക്കെ, അപ്പൊ മോട്ടറിന്റെ പവർ BHP ബ്രിട്ടീഷ് ഹോഴ്സ് പവറിൽ ഇൻഡിക്കേറ്റ് ചെയ്യാം. ബ്രിട്ടീഷ് ഹോഴ്സ് പവറിലാണെങ്കിൽ 1 HP എന്ന് പറയുന്നത്, ഒരു ഹോഴ്സ് പവർ എന്ന് പറയുന്നത് ഈക്വലൻ ടു 746 വാട്ട്സ്. ഇതൊന്ന് നോക്കി വെക്കാം. അതേപോലെ തന്നെ മെട്രിക് ഹോഴ്സ് പവറിലും നമുക്ക് മോട്ടറിന്റെ പവർ റിപ്രസെന്റ് ചെയ്യാം. അപ്പൊ ഒരു മെട്രിക് ഹോഴ്സ് പവർ എന്ന് പറയുന്നത് 735.6 വാട്ട്സ്. ഇതും ചോദിക്കാം കേട്ടോ. ഈ രണ്ട് വാല്യൂസും ഒന്ന് പഠിച്ചു വെക്കാം. ഒരു ബ്രിട്ടീഷ് ഹോഴ്സ് പവർ അല്ലെങ്കിൽ BHP എന്ന് പറയുന്നത് 746 വാട്ട്സും ഒരു മെട്രിക് ഹോഴ്സ് പവർ എന്ന് പറയുന്നത് 735.6 വാട്ട്സുമാണ്. അപ്പൊ ഈ രണ്ട് വാല്യൂ ഒന്ന് പഠിച്ചു വെക്കുക. അതേപോലെ ടോർക്കിന്റെ ഈ ഒരു സിംപ്ലിഫൈഡ് ഇക്വേഷൻ കൂടെ ഓർമ്മിച്ചു വെക്കുക. T is equal to 9.55 പവർ ഡിവൈഡഡ് ബൈ സ്പീഡ് n. അപ്പൊ ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക് മെക്കാനിക് പരീക്ഷ 2024 നവംബർ 28. ഈ ഒരു പരീക്ഷയ്ക്ക് ഉയർന്ന റാങ്ക് ആണോ നിങ്ങളുടെ ലക്ഷ്യം? എങ്കിൽ ഇതുവരെ പ്രിപ്പറേഷൻ തുടങ്ങാൻ സാധിച്ചിട്ടില്ലേ? എങ്കിൽ ടെക് PSCയുടെ എക്സ്പേർട്ട് ആൻഡ് എക്സ്പീരിയൻസ് ഫാക്കൽറ്റി ടീമിന്റെ സപ്പോർട്ടോടെ നിങ്ങൾക്കും നിങ്ങളുടെ പ്രിപ്പറേഷൻ ഇന്ന് തന്നെ ആരംഭിക്കാം. ടെക്നിക്കൽ പരീക്ഷാ രംഗത്ത് ഒരു ഗ്രേറ്റ് ട്രാക്ക് റെക്കോർഡുള്ള ടെക് PSC ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക് മെക്കാനിക് തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകളുടെ പുതിയ ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ്. കേരളത്തിലെ തന്നെ വിദഗ്ധരും പരിചയസമ്പന്നരുമായ ഫാക്കൽറ്റി ടീം നയിക്കുന്ന ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ, ഫുൾ സിലബസ് ബേസ്ഡ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്, 3000ഓളം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡലിലുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, സയന്റിഫിക് പ്രോഗ്രസ് ട്രാക്കിംഗ് എന്നീ സവിശേഷതകളോട് കൂടിയ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതും ടെക് PSCയുടെ മാത്രം എക്സ്ക്ലൂസീവ് ഓണം സ്പെഷ്യൽ ഓഫറായ വെറും 1499 എന്ന നിസ്സാരമായ പ്രൈസിലും.